ആ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് അമേരിക്കയിൽ എന്ത് പറയുന്നത്. അതും ഇന്ത്യയുടെ ഒരു ഇതിൽ തന്നെ ആലോചിക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രപ്സ്കെയിൽ മൊബൈൽ ആപ്ലിക്കേഷൻ HSA ക്ലാസ്സസ്. ഇന്ന് ഇവിടെ നമ്മൾ സോഷ്യൽ സയൻസിലെ ഒരു ചെറിയ കൺസെപ്റ്റാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദർ ഇസ് ആൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ. 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആയിരുന്നു. ഇത്തവണ അതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പ്രധാനമായിട്ടും എനിക്ക് ഉദ്യോഗാർത്ഥികളോട്, ഇപ്പോൾ നമ്മളൊക്കെ ടീച്ചേഴ്സാണ്, ഐ എം എ ടീച്ചർ, യു ആർ ഓൾസോ ടീച്ചർ, നിങ്ങൾ ആ ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, ഓൾറെഡി യു ആർ B.Ed ഗ്രാജുവേറ്റ്സ്. അപ്പോൾ നമ്മളിവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഈ രീതിയിൽ ഒബ്ജക്റ്റീവ് ആയാലും ഡിസ്ക്രിപ്റ്റീവ് ആയാലും. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ആകുമ്പോൾ എന്താണ്, നമുക്ക് അവിടെ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നിന്നും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നു, അല്ലെങ്കിൽ പ്രധാനമായും നമ്മളിപ്പോൾ ഒരു PSC പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നിട്ടുള്ളതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക ഒരു ഏരിയ പഠിക്കുന്നുണ്ടെങ്കിൽ. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ക്യാപ്സ്യൂൾ പഠനമൊക്കെ സാധാരണ നമുക്ക് മറ്റുള്ള ഇപ്പോൾ ഈവൺ LP UPക്ക് പോലും അങ്ങനെ ഒരു ക്യാപ്സ്യൂൾ പഠനമൊക്കെ കുറച്ചൊക്കെ, മുഴുവനല്ല ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഒരു സക്സസ്ഫുൾ ഇതൊന്നും ഉണ്ടാകാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരു സക്സസ്സിലേക്കൊന്നും എത്താൻ പറ്റില്ല. എന്നാലും ചില ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ എല്ലാ ഏരിയയും പഠിച്ചില്ലെങ്കിലും ഇപ്പോൾ ഒരു ഏരിയ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ ഒരു ഇതായി പോയി, നമുക്ക് സമയം കിട്ടാതെ പോയി, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ഒരു ഹൈസ്കൂൾ അസിസ്റ്റൻറ്റിന് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് പ്രത്യേകിച്ച് ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ ആകുമ്പോൾ എന്താണ്, നമുക്കൊരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ ആഴത്തിൽ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കത്, ഇപ്പോൾ ഈവൻ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ ഇപ്പോൾ അവിടെ ചോദിക്കുന്നത് ചിലപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ മെറിറ്റ്സ് ചോദിക്കാം, ഡീമെറിറ്റ്സ് ചോദിക്കാം, അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം, അല്ലെങ്കിൽ അതൊന്ന് നരേറ്റീവായിട്ട് എഴുതാൻ പറയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ബോധം വേണം. വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, നീതിന്യായ പുനരവലോകനം. ഓക്കെ, ഞാൻ ഇവിടെ അത് ജസ്റ്റ് ഒന്ന് എന്താണ് എന്നുള്ളത് ഇവിടെ അതിൻ്റെ ഒരു നമുക്കൊരു ലൈറ്റർ വെർഷനിലുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. Judicial review is the power of judiciary. Judicial review is the power of judiciary to examine the constitutionality of legislative enactments and executive orders of both central and state governments. If it is found to be violative of constitution, they can be declared as illegal. എന്താണെന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വ്യക്തമായിട്ട് വരാം. ഇതിപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വേർഡിങ്സ് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂസ് എ പവർ ഓഫ് ജുഡീഷ്യറി. ജുഡീഷ്യറിക്കുള്ള ഒരു പവറാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ കോടതികൾക്കുള്ള ഒരു അധികാരമാണ്. എന്തധികാരമാണ്? ടു എക്സാമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ലീഗാലിറ്റി. ടു എക്സാമിൻ, പരിശോധിക്കാൻ. എന്ത് പരിശോധിക്കാൻ? ടു എക്സാമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ലീഗാലിറ്റി ഓഫ് എനാക്ട്മെൻറ്റ്സ്. അതായത് നമ്മൾ ജനങ്ങൾക്ക്, നമ്മുടെ ജനപ്രതിനിധികൾ നിർമ്മിച്ചു തരുന്ന നിയമങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി, അത് ഭരണഘടനയ്ക്ക് അനുസൃതമാണോ ഭരണഘടനയിലേക്ക് എതിരാണോ എന്നുള്ളത് പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ പവറാണ് എന്ത്? ജുഡീഷ്യൽ ഈ പറയുന്ന റിവ്യൂ അല്ലെങ്കിൽ നീതിന്യായ പുനരവലോകനം എന്നുള്ളത് നമുക്ക് ചുരുക്കി പറയാം. അതായത് ഇപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. നമുക്കിപ്പോൾ ഈ ഒരു കൺസെപ്റ്റ്, ഇതിൽ കുറച്ച് കാര്യങ്ങൾ, ഇത് എവിടെ ഉടലെടുത്തു, ഇത് ഉടലെടുക്കാൻ ആരാണ് ഉടലെടുത്തത്, ഇത് ഒരു രാജ്യത്തു നിന്ന് ഉണ്ടായതാണ്, അവിടുന്ന് അങ്ങനെ വന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മളിത് ഈ ഫസ്റ്റ് കാര്യം മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും എന്താണ്, ഇന്ത്യയിൽ അധിവസിക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഇന്ത്യയുടെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അതായത് ഇന്ത്യയിൽ എന്ത് നടക്കുന്നു, ഇന്ത്യയുടെ ജുഡീഷ്യറി അതിനെ ഇടപെടുന്നു, പിന്നെ ഇന്ത്യയിലേക്ക് പിന്നെ നമ്മൾ എന്താ പറയുക, ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ, പിന്നെ അതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ റിവ്യൂ നമ്മളവിടെ നാട്ടിലുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിൽ വരാം. അപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഒരു ഇന്ത്യൻ കൺസെപ്റ്റിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ജുഡീഷ്യൽ റിവ്യൂ ഇസ് ദ പവർ ഓഫ് ജുഡീഷ്യറിയാണ്, ജുഡീഷ്യറിയുടെ പവറാണ്. അപ്പോൾ കോടതികളുടെ പവറാണ് ടു എക്സാമിൻ ദ ലീഗാലിറ്റി ഓഫ്
കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫ് ലെജിസ്ലേറ്റീവ് എനാക്ട്മെൻറ്റ്സിൻ്റെ ഈ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി പരിശോധിക്കാനുള്ള ഈ ഒരു രീതിയിലെ ജുഡീഷ്യറിയുടെ ഒരു പവറാണ്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന് നമ്മുടെ ഭരണഘടന. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയിൽ. ഈ ഭരണഘടന എന്താണ്? അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇവിടെ മനസ്സിലാക്കാനുണ്ട്. ഈ ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? അത് നമ്മുടെ ഒരു അടിസ്ഥാന നിയമസംഹിതയാണ്. അടിസ്ഥാനമാണ് ഭരണഘടന, നമ്മുടെ അടിസ്ഥാന നിയമസംഹിതയാണ്. ഈ അടിസ്ഥാന നിയമസംഹിത അവിടെ എഴുതപ്പെട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് പുറമെ നമുക്ക് എന്താണ്? നമ്മുടെ നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത് ഇപ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള നിയമനിർമ്മാണം. അപ്പോൾ നമ്മൾ കേരളത്തിൽ അധിവസിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് രണ്ട് രീതിയിലുള്ള നിയമനിർമ്മാണ കാര്യങ്ങളുണ്ട്. ഒരു നിയമനിർമ്മാണം നമുക്ക് മൊത്തത്തിൽ കേന്ദ്രത്തിൽ നടക്കുന്നു. അതെവിടെയാണ്? അത് പാർലമെൻറ്റിലാണ്. പാർലമെൻറ്റിൽ നമുക്ക് ഉള്ള നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. ആ പാർലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, രാജ്യസഭ പിന്നെ ലോക്സഭയുമുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. അപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ നിയമസഭ, അതാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്? നമുക്ക് ഭരണഘടനയുണ്ട്. നമ്മുടെ ഭരണഘടന ഓൾറെഡി അവിടെ എഴുതി വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ അടിസ്ഥാനമാണ്, അടിസ്ഥാന നിയമസംഹിതയാണ്. അതിന് പുറമെ നമ്മൾക്ക് നമ്മളെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മൾക്ക് എന്ത് വരുന്നു? നമുക്കുള്ള നിയമനിർമ്മാണങ്ങൾ. സത്യത്തിൽ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ആവുമ്പോൾ നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ലോക്സഭ ഇലക്ഷനിലേക്കും വോട്ട് ചെയ്യുന്നുണ്ട്. രാജ്യസഭ പിന്നെ നമ്മൾ നേരിട്ട് വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ജനപ്രതിനിധി സഭകളാണിതെല്ലാം, അല്ലേ? ഇപ്പോൾ കേരള നിയമസഭയിലേക്ക് അടുത്തപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ വരുന്ന 2021 ഏപ്രിൽ മെയ് മാസങ്ങളിലേക്ക് നമ്മൾക്ക് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. നമ്മളാണ് അവിടുത്തെ MLA. ഓരോ ആൾക്കാരും വോട്ട് ചെയ്തിട്ടാണ് അവിടെ ഓരോ MLA പോയിട്ട് നമുക്കുള്ള നിയമനിർമ്മാണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും ആ ഒരു MLA ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാർലമെൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോക്സഭയിലേക്ക് നമ്മൾ നേരിട്ട് വോട്ട് ചെയ്യുന്നു. രാജ്യസഭയിൽ ഇതേ MLA നമ്മൾ തിരഞ്ഞെടുത്ത MLA എന്ത് ചെയ്യുന്നത്? അവിടേക്ക് ആൾക്കാരെ എന്താ പറയുക, രാജ്യസഭയിലേക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. എല്ലാം അപ്പോൾ എന്താണ്? അതാണ് നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ജനങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾക്കുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത് നമ്മൾ ഏറ്റവും ബേസ് തൊട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. മേ ബി നിങ്ങൾ കുറേ കാലം ആയിട്ട് ഈ പറയുന്ന സബ്ജക്റ്റിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത് കൊണ്ട് അതിൻ്റേതായൊരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതുകൊണ്ട് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പറയുകയാണ്. അപ്പോൾ പാർലമെൻറ്റിലാണ് നമ്മളെ സെൻട്രൽ ഗവൺമെൻറ്റിലെ കാര്യങ്ങളാണെങ്കിൽ അതിലേക്ക് മൊത്തം ഇന്ത്യയിലേക്കുള്ള നിയമങ്ങളാണെങ്കിൽ പാർലമെൻറ്റിൽ, ലോക്സഭയിലും രാജ്യസഭയിലും ആ നിയമങ്ങൾ കൊണ്ടുവരുന്നു. അതിൻ്റെ പ്രൊസീജിയറിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ നിയമം രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോട് കൂടിയിട്ട് അതൊരു നിയമമായിട്ട് മാറുന്നു. സിമിലർലി നമ്മുടെ നിയമസഭയിലും ഈ രീതിയിലുള്ള നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ നമ്മുടെ ഭരണഘടനയെ ലംഘിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് അനുസൃതമാണോ എന്നുള്ളത് പരിശോധിക്കാനുള്ള ആ ഒരു എന്താണ് പറയുക, അധികാരമാണ് എന്ത്? ആ അധികാരമാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ. ആ അധികാരം ആർക്കാണ്? ആ അധികാരം ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്സ്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള കാര്യമാണ് വളരെ ലളിതമായി മനസ്സിലാക്കി വെക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ബേസ് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അതായത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ജനപ്രതിനിധികൾ അവിടെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ജനപ്രതിനിധികൾ, ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാരെല്ലാം നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് അടിസ്ഥാനം ഈ സഭകളൊക്കെ സമ്മേളിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്തിനാണ്? നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സഭകളൊക്കെ സമ്മേളിക്കുന്നത്. എസ്പെഷ്യലി പാർലമെൻറ്റിൻ്റെ സമ്മേളനങ്ങൾ നമുക്കറിയാമോ. അതുപോലെ നിയമസഭ സമ്മേളിക്കും. അതൊക്കെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ വരുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മളെ നിയമനിർമ്മാണത്തിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അടിസ്ഥാന നിയമസംഹിതയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യം അതിൻ്റെ എന്താണ് ചെയ്യുക? അതിൻ്റെ ഏറ്റവും ആദ്യം അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ, അതിൻ്റെ ഒരു അടിസ്ഥാനം ഇടും. ആ അടിസ്ഥാനത്തിൻ്റെ മുകളിലാണ് എന്ത്? ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കെട്ടിപ്പൊക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ കെട്ടിപ്പൊക്കുന്ന കാര്യങ്ങളാണ് എന്ത് ഈ രീതിയിൽ പുതിയ വരുന്ന നിയമങ്ങൾ. അപ്പോൾ അടിസ്ഥാനത്തിനെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, അത് മൊത്തം കൊളാപ്സ് ചെയ്യും. അതുപോലെ കരുതേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടന നിങ്ങളിപ്പോൾ പേപ്പറിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വായിക്കുന്നുണ്ടാവും. ഭരണഘടനയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളതൊക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഒരു എന്താ പറയുക, അവർ പറയുന്ന കാര്യങ്ങളാണ്. ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ളത് പരിശോധിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? ജുഡീഷ്യറിക്കാണ് സാധിക്കുന്നത്. നമ്മൾ ഇന്ത്യയുടെ ആ ഒരു കാര്യത്തിലാണ് അത് മനസ്സിലാക്കി നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അത് പരിശോധിക്കാനുള്ള അധികാരം ആർക്കാണ്? ഇന്ത്യയിൽ അത് പരിശോധിക്കാനുള്ള അധികാരം നമ്മൾ പറഞ്ഞു സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. അപ്പോൾ സുപ്രീം കോടതി ഏത് നിയമങ്ങളാണ് പരിശോധിക്കുക? സെൻട്രൽ പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന നിയമങ്ങൾ സുപ്രീം കോടതിക്ക് പരിശോധിക്കാം. ഇപ്പോൾ കേരള നിയമസഭയിലൊക്കെ പാസ്സാക്കുന്ന കാര്യങ്ങൾ ആർക്ക് പരിശോധിക്കാം? കേരള ഹൈക്കോടതിന് പരിശോധിക്കാം. അപ്പോൾ ഈ രീതിയിൽ എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് നമുക്ക് പറയാം, നമ്മുടെ ജനപ്രതിനിധികൾ നിർമ്മിച്ചു തരുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ നമ്മുടെ അടിസ്ഥാന നിയമസംഹിതയ്ക്ക് ഉള്ളിൽ നിൽക്കുന്നതാണോ അല്ലെങ്കിൽ അടിസ്ഥാന നിയമസംഹിതയെ പാലിക്കുന്നതാണോ അതിന് വിരുദ്ധമാണോ എന്നുള്ളത് പരിശോധിക്കാനുള്ള നമ്മുടെ കോടതികൾ, എല്ലാ കോടതികളും പെടില്ല. അപ്പോൾ ഇന്ത്യയുടെ കൺസെപ്റ്റിൽ എന്താണ്? ഇന്ത്യയുടെ കൺസെപ്റ്റിൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമുള്ള ആ ഒരു കഴിവിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് വി കോൾ ജുഡീഷ്യൽ റിവ്യൂ. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ജുഡീഷ്യൽ റിവ്യൂ ഇസ് ദ പവർ ഓഫ് ജുഡീഷ്യറി ടു എക്സാമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് ലെജിസ്ലേറ്റീവ് എനാക്ട്മെന്റ്സ്. ലെജിസ്ലേറ്റീവ് എനാക്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ, ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ പറയുന്ന ഭരണകർത്താക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ജനപ്രതിനിധികൾ നമുക്ക് നിർമ്മിച്ചു തരുന്ന നിയമങ്ങൾ, അതാണ് എനാക്ട്മെന്റ്സ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഓഫ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അങ്ങനെ ആ ഒരു കാര്യം, അടുത്തൊരു വാചകം നമ്മൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്, ഇഫ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി വയലേറ്റീവ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഈ കോടതികൾ ഇത് പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് തോന്നുകയാണ് ദിസ് ഈസ് എഗെയിൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് അവർക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ദാറ്റ് ക്യാൻ ബി ഡിക്ലെയർഡ് ആസ് ഇല്ലീഗൽ. ആ നിയമത്തിനെ ഇല്ലാതാക്കാനുള്ള ഒരു പവറും കൂടിയുണ്ട്. അപ്പോൾ അത്രയും വളരെ വലിയൊരു സംഭവമാണ് എന്ത്? ജുഡീഷ്യൽ റിവ്യൂ. നമ്മൾ ആ ഒരു ചിന്താഗതിയിലാണ് ആലോചിക്കേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മളുടെ ഈ ഭരണഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഭരണഘടനയിൽ ഇപ്പോൾ നമ്മൾക്ക് സാധാരണ അത് ഒരു കാര്യം കൂടി നമ്മൾ അവിടെ മനസ്സിലാക്കി വെക്കണം. അതായത് ഭരണഘടനയിലുള്ള നിയമങ്ങൾക്ക് സാധാരണ ഉള്ള നിയമങ്ങളെക്കാൾ പ്രാധാന്യമുണ്ട്. കാരണം എന്താണ്? അത് നമ്മുടെ അടിസ്ഥാനമാണ്. നമ്മുടെ അടിസ്ഥാനമാണ് എന്ത്? നമ്മുടെ അടിസ്ഥാനമാണ് നമ്മുടെ ഭരണഘടന. നമ്മുടെ അടിസ്ഥാന നിയമസംഹിതയാണ് നമ്മുടെ ഭരണഘടന. അപ്പോൾ സാധാരണ ഉള്ള നിയമങ്ങൾക്കേക്കാൾ എന്തുണ്ട്? ഭരണഘടനയിലെ നിയമങ്ങൾക്ക് പ്രാധാന്യം, മുൻതൂക്കമുണ്ട്. അതിന് കോട്ടൊന്നും തട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പവർ. എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളോ, ഇത് നിങ്ങൾ അർത്ഥവത്തായിട്ട് ഇത് പഠിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഏത് ഉറക്കത്തിൽ ഇത് പറയാം. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്താണെന്നുള്ള കാര്യങ്ങൾ, അല്ലാതെ അവിടെ എഴുതി വെച്ച കാര്യങ്ങൾ കാണാപ്പാടം പഠിക്കുകയല്ല ചെയ്യേണ്ടത്. അതാണ് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കാര്യം പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളൊരു പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾക്ക് എന്താണ് അറിയണം. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ ഇസ് ദ പവർ ഓഫ് ജുഡീഷ്യറി ടു എക്സാമിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ലീഗാലിറ്റി ഓഫ് ലെജിസ്ലേറ്റീവ് എനാക്ട്മെന്റ്സ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഓഫ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ഭരണഘടന ഉണ്ട്, നമുക്കൊരു ലിഖിത ഭരണഘടനയാണ് ഉള്ളത്. നമ്മുടെ ഭരണഘടനയാണ് ലോകത്തിലെ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. ആ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? ആ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന നിയമ സംഹിതയാണ്. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന നിയമസംഹിതയാണ്. അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നിയമങ്ങൾക്ക് സാധാരണ നിയമങ്ങളെക്കാൾ മുൻതൂക്കം ഉണ്ട്. ഞാൻ പറഞ്ഞു, അത് ഈ ഒരു കാര്യം ആലോചിച്ച് വെച്ചാൽ നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് എന്താണ്, നമ്മൾ ആദ്യം അതിൻ്റെ ഒരു സ്ട്രക്ചറാണ്, അതാണ് അതിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ മുകളിലാണ് ബാക്കി. അല്ലെങ്കിൽ ഒരു വീട് പോട്ടെ, ഒരു വലിയ കെട്ടിടം നിർമ്മിക്കുന്നു എന്ന് വിചാരിക്കും, അതുപോലെ കൺസിഡർ ചെയ്താൽ മതി. ഒരു വലിയ കെട്ടിടം, ഒരു 10-30 നിലയുള്ള വലിയൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ ദാറ്റ് ഷുഡ് ബി സ്ട്രോങ്. അതുപോലെയാണ് നമ്മുടെ ഭരണഘടനാ നിയമങ്ങൾ എന്ന് പറയുന്നത്. ആ ഭരണഘടനാ നിയമങ്ങളുടെ മുകളിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും കെട്ടിപ്പൊക്കുന്നത്, 30 നില എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ ആ രീതിയിൽ എന്താണ്, നമ്മുടെ ബാക്കി വരുന്ന നിയമങ്ങളെല്ലാം അതിൻ്റെ പുറത്താണ്. അപ്പോൾ അതിനനുസൃതമാവണം, അതിനെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന, ആ ഭരണഘടനയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളായിരിക്കണം. അതല്ലെങ്കിൽ എന്താണ്, ആ ബിൽഡിംഗ് ആലോചിക്കുക, നമ്മൾ അടിസ്ഥാനത്തിനേക്കാൾ വലിയ സംഭവങ്ങൾ പണിതിട്ട് കഴിഞ്ഞാൽ അതെല്ലാം കൂടി
പൊളിഞ്ഞു വീഴും. അതുപോലെ നമ്മുടെ നിയമസംഹിതയ്ക്കുമുണ്ട് ഒരു അടിസ്ഥാനം. ആ അടിസ്ഥാന നിയമസംഹിതയാണ് നമ്മുടെ ഭരണഘടന. അതിനെ പാലിക്കുന്ന രീതിയിലായിരിക്കണം ബാക്കിയുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത്. അതാണ് വളരെ സിമ്പിളായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞത്. നമ്മുടെ നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത് ഇപ്പോൾ 2 രീതിയിലും. അതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ നമുക്ക് കേന്ദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കേന്ദ്ര സർക്കാരിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പാർലമെൻറ്റിലാണ്. ലോക്സഭയിലും രാജ്യസഭയിലും അതൊരു ബില്ലായി പ്രസൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ നോക്കണ്ട. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് 2 സഭകളും അതിൻ്റെ പല രീതിയിലുള്ള ഭൂരിപക്ഷങ്ങളുണ്ട് ഓരോ ബില്ലുകൾക്ക്. അതിലേക്കൊന്നും പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യങ്ങൾ മാത്രം ഇപ്പോൾ നോക്കിയാൽ മതി. അതെന്ത് ചെയ്തു? അത് ഒരു നിയമം, ആ 2 സഭകളും അത് പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതി അത് ഒപ്പുവെക്കുന്നതോട് കൂടിയിട്ട് അതൊരു നിയമം ആയിട്ട് മാറുന്നു. ആ നിയമം അതുപോലെ തന്നെ നമുക്കെന്താണ് ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ, നമ്മൾ കേരളത്തിനെ കുറിച്ച്, നമ്മളെല്ലാവരും മലയാളികളാണ്. അപ്പോൾ ബേസിക്കലി കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള നിയമങ്ങൾ നമ്മളൊരു ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ്. അതും കൂടി ഇവിടെ നോക്കണം. അതാണ് ഇവിടെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ള. അപ്പോൾ സ്റ്റേറ്റിൻ്റേത് അടിസ്ഥാനമായ നിയമനിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. അതും അങ്ങനെ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. നമ്മളെ ജനപ്രതിനിധികൾക്ക് അത് പരിശോധിക്കാനുള്ള ഒരു അധികാരമുണ്ടോ, അല്ലെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ളത് നോക്കാനുള്ള ഒരു അധികാരമൊന്നും അവർക്കില്ല. അവർ ഒരു നിയമം നിർമ്മിക്കും. അപ്പോൾ ആ ഒരു നിയമം നിർമ്മിക്കുന്നതിൻ്റെ നമ്മൾക്ക് അടിസ്ഥാനമായിട്ടുള്ളൊരു നിയമസംഹിത ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് അത് പരിശോധിക്കാനുള്ള ഒരു അധികാരം അത് ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിൽക്കുന്നതാണോ, ഭരണഘടനയുടെ ആ ഒരു വൃത്തത്തിൽ നിൽക്കുന്നതാണോ, അതോ അതിന് പുറത്തു വരുന്നതാണോ? പുറത്തു വരിക എന്ന് പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമാണ്. അങ്ങനെ അത് പരിശോധിക്കാനുള്ള അധികാരം ആർക്കാണ്? ആ അധികാരമുള്ളത് കോടതികൾക്കാണ്. ഇന്ത്യയിലെ കേസിൽ ആർക്കാണ്? ഇന്ത്യയിലെ കേസിൽ സുപ്രീം കോടതികൾക്കും ഹൈക്കോടതികൾക്കും ആ അധികാരമുണ്ട്. പക്ഷേ ഏറ്റവും നമ്മളെ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന കോടതി ഏതാണ്? അത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയാണ്. അപ്പോൾ സുപ്രീം കോടതിക്കുള്ള അല്ലെങ്കിൽ ഹൈക്കോടതികൾക്കുള്ള അധികാരമാണ് ഈ രീതിയിൽ നിർമ്മിക്കപ്പെടുന്ന അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ ജനങ്ങൾക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ നിർമ്മിക്കുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ ഭരണഘടനയ്ക്ക് അനുസൃതമാവണം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രസക്തി. അത് പരിശോധിക്കാനുള്ള അധികാരം ആ ജുഡീഷ്യറിയിൽ നിക്ഷിപ്തമാണ്. ആ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇന്ത്യയിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന നിയമങ്ങളെ സുപ്രീം കോടതിക്ക് നോക്കാം. അതാത് സംസ്ഥാനങ്ങളിൽ നിർമ്മിക്കുന്ന നിയമങ്ങളെ മാത്രം ആർക്കും നോക്കാം? ഹൈക്കോടതിക്കും പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരത്തിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. വെറുതെ പരിശോധിക്കൽ മാത്രമല്ല, അത് പരിശോധിച്ചിട്ട് അത്തരം നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തുകയാണ്, കോടതി കണ്ടെത്തുകയാണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്ന, കേന്ദ്ര സർക്കാരല്ല, ഇന്ത്യൻ പാർലമെൻറ്റ്, കേന്ദ്ര സർക്കാർ എന്ന് അവിടെ പറയാൻ പാടില്ല, നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യൻ പാർലമെൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് നിർമ്മിക്കുന്ന ഒരു നിയമം അത് നിലവിൽ വന്നു, രാഷ്ട്രപതി ഒപ്പുവെച്ചതിന് ശേഷം അത് കോടതി പരിശോധിക്കുകയാണ്. ഈ രീതിയിൽ ആർക്കും പറയാം, അത് ഉന്നയിക്കാം, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. അപ്പോൾ പല കേസുകളും ഞാൻ സ്പെസിഫിക് ആയിട്ടൊരു കേസൊന്നും പറയുന്നില്ല, അതൊക്കെ ഒരു പൊളിറ്റിക്സിൽ ആയിട്ട് ഇപ്പോൾ പല രീതിയിലുള്ള ചിന്താഗതികൾ ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു നിയമം നിർമ്മിക്കപ്പെട്ടു, ആ ഒരു നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരെങ്കിലും ഒരു ഫയൽ ചെയ്തു, അപ്പോൾ അത് കോടതി പരിശോധിക്കും. തീർച്ചയായിട്ടും അത് പരിശോധിക്കണം. അത് പരിശോധിച്ച് അത് അത് എന്ത് ചെയ്യും? അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതെന്താണ്? അതിനെ ഇല്ലാതാക്കാനുള്ള ഒരു അവകാശവും കോടതികൾക്കുണ്ട്. ആ അധികാരത്തിനെയാണ് നമുക്ക് എന്ത് പറയാം? ബേസിക്കലി ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയാം. അപ്പോൾ വളരെ ലളിതമായ ആശയമാണ്. നമ്മൾ ജനപ്രതിനിധികൾക്ക് നിർമ്മിക്കുന്ന നിയമങ്ങളെ പരിശോധിക്കാൻ നമ്മുടെ ജനപ്രതിനിധികൾ നിർമ്മിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ആലോചിച്ചാൽ മതി, ഇന്ത്യൻ പാർലമെൻറ്റോ അല്ലെങ്കിൽ കേരളത്തിലെ നമ്മൾ ആ രീതിയിൽ, നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, നമ്മൾ അതിൻ്റെ ഉള്ളിലെ കൊച്ചു കേരളത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യൻ പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ ഈ രീതിയിൽ ഇപ്പോൾ കേരള നിയമസഭ നിർമ്മിക്കുന്ന നിയമങ്ങളോ പരിശോധിക്കാൻ, അത് ഭരണഘടനാ വിരുദ്ധമാണെന്നൊക്കെ ഉള്ള രീതിയിൽ എന്തെങ്കിലും ചിന്താഗതികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കാനുള്ള അധികാരങ്ങൾ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമുണ്ട്. അങ്ങനെ അത് പരിശോധിച്ചിട്ട് ഇഫ് ഇറ്റ് ദാറ്റ്സ് ഫൗണ്ട് ഇല്ലീഗൽ, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതിനെ ഇല്ലാതാക്കാനുള്ള ആ ഒരു പവറിനെയാണ് എന്ത് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂ. നമ്മൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ അത് മനസ്സിലാക്കണം എന്താണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്നത്. ഇനി നമുക്ക് എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഇത് എങ്ങനെ വന്നു? നമുക്കറിയാം, നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ പല രീതിയിലുള്ള വിപ്ലവങ്ങളും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ്, പണ്ട് രാജാക്കന്മാരുടെ ഭരണങ്ങളായിരുന്നു, പിന്നീട് കുറേ റെവല്യൂഷൻസ് ഒക്കെ വന്നിട്ടാണ് നമ്മൾക്ക് ഈ ജനാധിപത്യം എന്നുള്ള രീതിയിലുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ പല ആശയങ്ങളും ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്.
അപ്പോൾ ഈ പറയുന്ന ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ USA ഉടലെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്ക, USA അല്ലെങ്കിൽ അമേരിക്കയിലാണ് ഉടലെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം അതിനൊരു തുടക്കമിട്ടത് നമ്മുടെ അമേരിക്കൻ ഭരണഘടന, അമേരിക്കൻ ഭരണഘടനയിൽ ഒരു പങ്കാളി, അത് നിർമ്മിക്കപ്പെട്ട സമയത്ത് അതിലുണ്ടായിരുന്നൊരു അതിൽ ആ ഒരു നിയമം അല്ലെങ്കിൽ ആ ഒരു ഭരണഘടന നിർമ്മിച്ച സമയത്ത് അതിന് കൂട്ടുനിന്നുള്ള ഒരാളായ അലക്സാണ്ടർ ഹാമിൽട്ടനാണ് ഈ രീതിയിൽ, അത് ഓർത്തു വെക്കണം. അലക്സാണ്ടർ ഹാമിൽട്ടൺ ആണ് ആദ്യം ഇങ്ങനെ ഒരു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു ലോകത്തിൽ പരിചയപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞൊരു കൊട്ടേഷനാണ്. അതൊക്കെ വേണമെങ്കിൽ നമ്മളിപ്പോൾ ഒബ്ജക്റ്റീവ് പരീക്ഷകളൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നത് കോടതികളാണ്. അതാണ് അവിടെ പ്രസക്തം. നിയമങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം കോടതികൾക്കാണ്. അദ്ദേഹം പറഞ്ഞൊരു കൊട്ടേഷനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അമേരിക്കൻ ഭരണഘടനാ ശില്പികളിൽ ഒരാളായ അലക്സാണ്ടർ ഹാമിൽട്ടനാണ് ഈ പറയുന്ന ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോക്ട്രിൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ഭരണഘടനയിലാവാം എന്നുള്ളത് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ടത് അലക്സാണ്ടർ ഹാമിൽട്ടനാണ്. അദ്ദേഹം അമേരിക്കൻ ഭരണഘടനയുടെ ശില്പികളിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞൊരു കൊട്ടേഷനാണ്. ഇതൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നത് കോടതികളാണ് എന്നുള്ള ആ ഒരു കൊട്ടേഷനൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നത് കോടതികളാണ്. അത് വ്യാഖ്യാനിക്കാൻ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ടു എക്സാമിൻ ദാറ്റ് എനാക്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ദാറ്റ് ആ ഒരു നിയമങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കാനുള്ള ഒരു അവകാശം കോടതികൾക്ക് മാത്രമേ ഉള്ളൂ. ജനപ്രതിനിധികൾക്ക് നിയമം നിർമ്മിക്കാനേ പറ്റുള്ളൂ. അതിലെന്തെങ്കിലും കാര്യങ്ങളോ രീതിയിലുള്ള സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ പരിശോധനയോ കാര്യങ്ങളോ എന്ത് നിയമങ്ങളുടെ രീതിയിലായാലും വന്നാൽ അതൊരു കേസാവും. അത് പരിശോധിക്കാനുള്ള ഒരു അധികാരം എന്ന് പറയുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? കോടതികൾക്കാണ്. അപ്പോൾ അത് നമ്മൾ ആലോചിക്കുക. ഇതൊക്കെ വേണമെങ്കിൽ ഒരു രീതിയിൽ ഇതൊക്കെ ചോദിക്കാം. ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം ഏത് രാജ്യത്താണ് ഉടലെടുത്തതെന്ന് ചോദിക്കാം. ദാറ്റ് ഡോക്ട്രിൻ ഈസ് ഡെവലപ്ഡ് ഇൻ USA. ഇത് ആദ്യമായിട്ട് ഇങ്ങനൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? ഇങ്ങനൊരു കൺസെപ്റ്റ് പറഞ്ഞത് അലക്സാണ്ടർ ഹാമിൽട്ടൺ ആണ്. അദ്ദേഹം പറഞ്ഞൊരു കൊട്ടേഷനാണ്, നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നത് കോടതികളാണ്. അതിനുശേഷം ഒരു കേസ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് തരാം ഞാൻ. മാർബറി വേഴ്സസ് മാഡിസൺ കേസ് ഇൻ 1803. ആ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയിലെ പറയുന്നത് ഈ ഒരു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ആശയം ഉടലെടുത്തത്. നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്ന ഒരു കാര്യം ആദ്യമായിട്ട് ഉടലെടുത്തത് എവിടെയാണ്? ഈ പറയുന്ന USA. ആദ്യം അതിനെക്കുറിച്ച് പരാമർശിച്ചത്, ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്നുള്ളത് പറഞ്ഞത് ആ രീതിയിൽ പറഞ്ഞു. പിന്നെ അത് ഒരു രീതിയിൽ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ആദ്യം ഒരാൾ തുടക്കമിടും, പിന്നെ അത് ഒരു കാര്യങ്ങളായി കിട്ടുക ചിലപ്പോൾ വേറൊരു കാര്യങ്ങൾ വരുന്ന സമയത്താണ്. അപ്പോൾ ആദ്യം ഈ രീതിയിൽ ഈ അമേരിക്കൻ ഭരണഘടനാ ശില്പികളിൽ ഒരാളായ അലക്സാണ്ടർ ഹാമിൽട്ടനാണ് പറഞ്ഞത്, ഇങ്ങനൊരു കൺസെപ്റ്റ് ഒരു ഭരണഘടനയ്ക്ക് വേണം. നിയമങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അത് സംക്ഷിപ്തം കോടതികൾക്ക് മാത്രമാണ് എന്നുള്ളത് പറഞ്ഞത് അദ്ദേഹമാണ്. മാർബറി വേഴ്സസ് മാഡിസൺ കേസ് 1803 ആ ഒരു കേസിലാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ആശയം എവിടെ ഉടലെടുത്തത്? USA ഉടലെടുത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉടലെടുത്തത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞത് നമ്മൾ വളരെ വലിയൊരു മനോഹരമായൊരു കൺസെപ്റ്റാണ് കേട്ടോ. ഭരണഘടനയിൽ ഇപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ആശയം എന്ന് പറയുന്നത് കാര്യം നമ്മുടെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടനാ വിരുദ്ധമായി പല കാര്യങ്ങളും നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ടോട്ടൽ കൊളാപ്സിലേക്കാണ്, ജനാധിപത്യത്തിൻ്റെ അവസാനത്തിലേക്കാണ്, കാര്യങ്ങളിലേക്കാണ് പോവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. എസ്പെഷ്യലി നമ്മളൊരു രാജ്യമൊക്കെ നമ്മളെടുത്ത് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാം പല രീതിയിലും ഭരണഘടനാ വിരുദ്ധമായ പല നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ പല കാര്യങ്ങളെയും നമ്മളെ തകർക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്ന് പറഞ്ഞു. അത് ഏത് രാജ്യത്താണ് ഉടലെടുത്തത്? USA ഉടലെടുത്തത്. അത് കൊണ്ടുവന്ന ആ ഒരു ആശയം ആദ്യമായിട്ട് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അലക്സാണ്ടർ ഹാമിൽട്ടൺ ആണ്. മാർബറി വേഴ്സസ് മാഡിസൺ കേസ് 1803 അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്.
ഇനി അടുത്തൊരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത് ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കൊന്നും വരുന്നില്ല. ചില ഭാഗത്ത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സം കൺട്രീസ് ഹാവ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ചില ഭാഗത്ത് എന്താണ് നമുക്ക് ലിഖിതമായ ഭരണഘടനയാണ്, ലിഖിത ഭരണഘടനയാണുള്ളത്. ചില ഭാഗത്ത് എന്താണ് അലിഖിതമാണ്. അപ്പോൾ ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ആശയമൊക്കെ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യത്താണ് കൂടുതൽ ഉണ്ടാവുക. പിന്നെ രണ്ടാമത് പറയുന്ന ഒരു കാര്യം റിജിഡാണ്. നമുക്ക് സം കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ ഫ്ലെക്സിബിൾ, സം കോൺസ്റ്റിറ്റ്യൂഷൻസ് ആർ റിജിഡ്. എന്താണെന്നുള്ളത് ബേസിക്കലി പറഞ്ഞുതരാം. അതായത് നമുക്ക് ഒരു ഭരണഘടന ഉണ്ട്, അത് നമ്മൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ അടിസ്ഥാന നിയമസംഹിതയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഭരണഘടനയുമായിട്ട് തന്നെ അങ്ങോട്ട് അങ്ങനെ മുന്നോട്ട് പോകാനൊന്നും സാധിക്കില്ല. അതിലെന്ത് വേണം, അതിൽ അഴിച്ചുപണികളൊക്കെ ചെയ്യാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ എന്താണ് കോമൺ ആയിട്ട് നമ്മൾ എന്ത് പറയുന്നത്, അമെൻമെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി എന്നുള്ളത് പറയാം. അമെൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി. ഇപ്പോൾ പല എന്താ പറയുക അടിസ്ഥാന നിയമസംഹിതയും രാജ്യം മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ജനങ്ങളെ കാഴ്ചപ്പാടുകളൊക്കെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പഴയ നിയമസംഹിതകളൊന്നും വെച്ചിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അല്ലേ പണ്ട് നമ്മൾ എന്താ പറയുക നമുക്ക് കമ്പ്യൂട്ടറൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇന്ന് നമുക്ക് കമ്പ്യൂട്ടറില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? പണ്ട് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനമില്ല. ഇന്നിപ്പോൾ എന്താണ്, ഇന്ന് നമുക്ക് മൊബൈലില്ലാതെ ജീവിക്കാൻ തന്നെ പറ്റില്ല. അതുപോലെ തന്നെ എല്ലാ ആശയങ്ങളും മാറണം. ഇപ്പോൾ എഴുതി വയ്ക്കുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തിലെ രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം ഡോക്ടർ BR അംബേദ്കർ ആണ് നമ്മുടെ ഭരണഘടന എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്ന് പറയുന്നത് ആ ഒരു കാലത്തിലേക്കാണ്. അദ്ദേഹം ചിലപ്പോൾ വൈഡറായിട്ട് കുറച്ചും കൂടി കാലങ്ങളിലേക്ക് ചിന്തിച്ചിട്ടുണ്ടാകും. അതൊക്കെ ഓരോരുത്തരുടെ കഴിവാണ് അല്ലേ. എന്നിരുന്നാലും കണ്ടമാനം കാലങ്ങളിലേക്കൊന്നും മുൻകൂട്ടിയിട്ട് ഒരാൾക്കും മുന്നോട്ട് കാണാനൊന്നും സാധിക്കില്ല. ഒരുപാട് ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള ദീർഘദൃഷ്ടികൾ ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണ് മഹത് വ്യക്തികളായിട്ട് മാറുന്നത്. ഡോക്ടർ BR അംബേദ്കർ അതിലൊരാളാണ്. വളരെയധികം ആദരണീയനായ വ്യക്തിയാണ്. അദ്ദേഹം ദീർഘവീക്ഷണത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും അതല്ലാത്ത കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ നമുക്ക് എന്താണ് ഈ രീതിയിൽ രണ്ട് രീതിയിലുള്ള ഭരണഘടനകളുണ്ട്. ഒന്ന് റിജിഡാണ്, മറ്റുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ്. ഇവിടെ ഞാൻ പറഞ്ഞു നമ്മളുടെ ഈ ഭരണഘടനയെ നമുക്ക് ഭേദഗതികൾ വരുത്താം അല്ലെങ്കിൽ അമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമെൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് റിജിഡാണോ ഫ്ലെക്സിബിൾ ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വളരെ സുഗമമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പാർലമെൻറ്റിൻ്റെ വെറും കേവല ഭൂരിപക്ഷത്തോട് കൂടിയിട്ടൊക്കെ ചില നിയമങ്ങളെ നമുക്ക് പാസ്സാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ദാറ്റ് പാർട്ട് ഈസ് ഫ്ലെക്സിബിൾ. അവിടെ കേവല ഭൂരിപക്ഷം മാത്രം മതി. എന്നാൽ ചില ഭാഗത്ത് നോക്കുന്ന സമയത്ത് ചില ഭാഗങ്ങൾ അഴിച്ചു പണിയണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഈസി അല്ല. കേവല ഭൂരിപക്ഷത്തിലൊന്നും നടക്കില്ല. പാർലമെൻറ്റിൻ്റെ എന്താ പറയുക 3/2 ഭൂരിപക്ഷമൊക്കെ വേണം. അപ്പോൾ ചില ഭാഗങ്ങൾ റിജിഡാണ്. അപ്പോൾ ചില രാജ്യങ്ങൾ എന്താണ്, ചില രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഭാഗവും അമെൻഡ് ചെയ്യണമെങ്കിൽ ഏത് ഭാഗവും ആ അടിസ്ഥാന നിയമസംഹിതയെ എന്തെങ്കിലും രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എല്ലാ ഭാഗങ്ങളിലും റിജിഡായിരിക്കും. ചില രാജ്യങ്ങളിൽ റിജിഡ് മീൻസ് അവിടെ വളരെ ബുദ്ധിമുട്ടാണ്. അതിലൊരു മാറ്റം വരുത്തണമെങ്കിൽ ഇത്തിരി പ്രയാസമാണ്. മാറ്റം വരുത്താൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മാറ്റം വരുത്തണമെങ്കിൽ എന്താണ്, മാറ്റം വരുത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഫ്ലെക്സിബിൾ ആണെങ്കിൽ എന്താണ്, മാറ്റം വരുത്താൻ കമ്പാരിലി ടു ഇത്തിരി ഈസിയാണ്. അപ്പോൾ ചില രാജ്യങ്ങൾക്ക് എന്താണ് വളരെ റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കും. അവിടുത്തെ ആ അടിസ്ഥാന നിയമസംഹിതയിലെ ഭരണഘടനയിൽ മാറ്റം വരുത്തണമെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ടാണ്. അവിടെ മാറ്റം വരുത്താൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറുകൾ വളരെയധികം എന്താ പറയുക കഠിനമാണ്. എന്നാൽ ചില രാജ്യങ്ങളുടെ ഭരണഘടന എന്താണ് ഫ്ലെക്സിബിൾ ആണ്. നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ സം പാർട്ട് ഈസ് ഫ്ലെക്സിബിൾ. കുറച്ച് ഭാഗങ്ങളൊക്കെ ഫ്ലെക്സിബിൾ ആണ്, കുറച്ച് ഭാഗങ്ങളൊക്കെ റിജിഡാണ്. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഞാൻ ഈ പറഞ്ഞു പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അത് പാസ്സാക്കി എടുക്കാൻ പറ്റും. ചില ഭാഗങ്ങളെ മാറ്റണമെങ്കിൽ എന്താണ് സം പാർട്ടീസ് റിജിഡ്. ചില ഭാഗങ്ങൾ നമുക്ക് മാറ്റാനേ പറ്റില്ല. അതിലേക്ക് നമുക്ക് വരാം. അത് ഇവിടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ചില ഭാഗങ്ങൾക്ക് നമുക്ക് ഒരു രീതിയിലും അഴിച്ചുപണികളും ചെയ്യാൻ പറ്റാത്തതും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മളിവിടെ സംസാരിക്കുന്നത് അവർ ടോപ്പിക് ഈസ് ജുഡീഷ്യൽ റിവ്യൂ. അപ്പോൾ ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസിലാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ജുഡീഷ്യൽ റിവ്യൂ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ അറിയാം നമ്മളുടെ ലിഖിതമാണ്. അതും ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. റിജിഡിറ്റി എന്ന് പറയുന്നത് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പരിശോധിച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവിടുന്ന് തന്നെ നിങ്ങളതൊക്കെ മനസ്സിലാക്കിയെടുക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ
അതിന് നമുക്ക് റിജിഡ് എന്നും പറയാൻ പറ്റില്ല, ഫ്ലെക്സിബിൾ എന്നും പറയാൻ പറ്റില്ല. ചില ഭാഗങ്ങൾ ഈ റിജിഡ് ആണ്, ചില ഭാഗങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിൻ്റെതായ ഒരു പ്രൊസീജിയർ വളരെ കട്ടിയാണ്. ചില ഭാഗങ്ങൾ ഫ്ലെക്സിബിൾ ആയിട്ട് മാറ്റം വരുത്താം. ഞാൻ അതും പറഞ്ഞു. ചില ഭാഗങ്ങൾ സ്പർശിക്കാൻ പോലും സാധിക്കില്ല. അത് നമുക്ക് വരാം. എന്താണ്? അത് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് കനോട്ട് ബി അമെൻഡഡ്. അത് നമുക്ക് അതിലേക്ക് വരാം. അത് നമ്മൾ ഇവിടെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത് പറഞ്ഞ കേസ് എന്താണ്? മൂന്നാമത് നമ്മളിവിടെ പറഞ്ഞു, ഫെഡറൽ സിസ്റ്റം. ഈ കാര്യങ്ങൾ മൂന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന്, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. ഈ ഒരു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നതൊക്കെ ഉള്ള ആശയമൊക്കെ ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് കാണപ്പെടുന്നത്. ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, കൂടുതലായിട്ട് എന്താണ് പറയുക, ആ ഒരു റിജിഡിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. ആ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് കൂടുതൽ ആയിട്ട് കാണുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പല ഭാഗങ്ങളിലും റിജിഡാണ്, വളരെ കട്ടിയാണ്. മാറ്റം വരുത്തണമെങ്കിൽ അമെൻമെൻറ്റ്, അവിടെ മാറ്റം വരുത്തണമെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അമെൻമെൻറ്റുകൾ, ഭേദഗതികൾ ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ചില ഏരിയാസ് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് മാറ്റം വരുത്താം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ. പിന്നെ ഒരു ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇത് ഉള്ളത്. ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ആസ്പെക്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. ആ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭരണം അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ള ഭരണങ്ങളെന്ന് പറഞ്ഞാൽ സെൻട്രലിൽ നിന്നൊരു ഭരണമുണ്ട്, പിന്നെ നമ്മുടെ സംസ്ഥാനത്തും ഒരു ഭരണമുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ നമുക്ക് 3 ലിസ്റ്റുകളൊക്കെ ഉണ്ട് അല്ലേ. ഇപ്പോൾ 1 ഈസ് എന്താ പറയുക, ഒന്ന് യൂണിയൻ ലിസ്റ്റാണ്, ഒന്ന് സ്റ്റേറ്റ് ലിസ്റ്റാണ്, അതർ ഈസ് കൺകറൻറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റിൻ്റെ വരുന്ന കാര്യങ്ങളുടെ അല്ലെങ്കിൽ സ്റ്റേറ്റിന് നിയമനിർമ്മാണം നടത്താൻ വരുന്ന ഭാഗങ്ങളിലൊന്നും കേന്ദ്രം സ്പർശിക്കാറില്ല. കേന്ദ്രത്തിൽ അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക എക്സാമ്പിൾസ്, ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കലേക്ക് ആയിപ്പോവും. നമുക്കത് അങ്ങനെ വ്യക്തമായിട്ട് ചർച്ച ചെയ്യാൻ ചില കാര്യങ്ങൾ സാധിക്കില്ല. ഇപ്പോൾ അതുകൊണ്ടാണ് അവിടെ അത് പറയാത്തത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായനയിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെയൊക്കെ ഒരു സ്കോപ്പ്, അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ആനുകാലികമായ സംഭവങ്ങളെ മാത്രം പലതിലേക്കും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെതായ ഉള്ള ലിസ്റ്റുകൾ, അല്ലെങ്കിൽ ആ ഒരു യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ, നിയമങ്ങൾ, അല്ലെങ്കിൽ അതിൽ വരുന്ന ഒരു കാര്യങ്ങൾ എന്താണ്, അവിടെ കേന്ദ്രത്തിന് മാത്രമേ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ അതിന് തീരുമാനം എടുക്കാൻ പറ്റില്ല. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, 2 പേർക്കും കൂടി എടുക്കാൻ പറ്റുന്നതാണ്. അവിടെ ഒരു പ്രൊപ്പോർഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിലേക്കൊന്നും നമ്മൾ കൂടുതൽ വരുന്നില്ല. ചില ഭാഗങ്ങൾ എന്താണ്, സംസ്ഥാനങ്ങൾക്ക് മാത്രം നിയമങ്ങൾ നിർമ്മിക്കപ്പെടാനുള്ള ഒരു അവകാശമുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ ഭരണം തന്നെ വേറെയാണ്. ആ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിലേക്കൊന്നും കേന്ദ്ര സർക്കാരിന് ഇടപെടാനും കൂടിയും പറ്റില്ല. അങ്ങനെ ഒരു ഫെഡറൽ സിസ്റ്റമാണ് അല്ലേ, നമ്മുടെ ഒരു ഫെഡറൽ സിസ്റ്റമാണ്. വി ഹാവ് ഫോളോയിങ് ദാറ്റ് ഫെഡറൽ സിസ്റ്റം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവും. ഞാൻ അതിലേക്ക് രാഷ്ട്രീയമല്ല പറയുന്നത്. ഫെഡറലിസത്തിനെ തകർക്കുന്നു, ഫെഡറലിസം തകർക്കാൻ പാടില്ല, ഫെഡറലിസം തകർക്കപ്പെടാൻ പാടില്ല. അതെന്തുകൊണ്ടാണ്? വി ആർ ഫോളോയിങ് ദാറ്റ് സിസ്റ്റം, വി ഹാവ് എ ഫെഡറൽ സിസ്റ്റം. നമുക്ക് മൊത്തത്തിലൊരു യൂണിറ്റി ഉണ്ട് അല്ലേ. നമ്മൾ പല സംസ്ഥാനങ്ങളും കൂടി ചേർന്നുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതാത് സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ പവറുകളുണ്ട്. ദാറ്റ് ഈസ് ഫെഡറൽ സിസ്റ്റം. അപ്പോൾ ആ ഒരു ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിലാണ് എന്ത്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു ലിഖിത ഭരണഘടനയായിരിക്കണം, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത്. ഒരു ഫെഡറൽ സിസ്റ്റം നമ്മളവിടെ ആദ്യത്തെ കാര്യത്തിൽ തന്നെ നമ്മൾ അവിടെ എഴുതി വെച്ചു, ലെജിസ്ലേറ്റീവ് എനാക്ട്മെന്റ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഓഫ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അതും ഞാൻ പറഞ്ഞു, പാർലമെന്റിൽ നിയമം നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതാത് നിയമസഭകളും, ഇപ്പോൾ കേരള നിയമസഭ, തമിഴ്നാട് നിയമസഭ, എല്ലാവരുടെയും നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റെതായ അവകാശമുണ്ട്. അതാണ് നമ്മളിവിടെ പറഞ്ഞത് വി ഹാവ് എ ഫെഡറൽ സിസ്റ്റം. അപ്പോൾ ഫെഡറലിസം ഒക്കെ നമ്മൾ വേറെ എസ്പെഷ്യലി പഠിക്കും. എന്നാലും ഒരു ഐഡിയ എന്നുള്ള നിലയ്ക്ക് നമ്മളിവിടെ ചർച്ച ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ലിഖിത ഭരണഘടനയായിരിക്കണം, ഒരു റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം, പിന്നെ എന്താണ്, ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യണം. ആ ഒരു ഫോളോ ചെയ്യുന്ന ഒരു രാജ്യങ്ങളിലാണ് ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം ഉടലെടുക്കുന്നത്. അത് നമ്മൾ നോക്കിക്കാണണം. അത് പിന്നെ അടുത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ വരാം. അപ്പോൾ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം, ലിഖിത ഭരണഘടന ആയിരിക്കണം, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം, ഫെഡറൽ സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ആശയം കൂടുതൽ. ഇങ്ങനെയുള്ള ഭരണഘടനകളാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള കുറേ രാജ്യങ്ങളുണ്ട്. അപ്പോൾ അതിനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അമേരിക്ക, പിന്നെ എന്താ പറയുക, നമ്മളുടെ ഇന്ത്യയിൽ നമുക്ക് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയമുണ്ട്. അതുപോലെ ഓസ്ട്രേലിയ, കാനഡ എന്നീ രാജ്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഈ രീതിയിലുള്ള ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയങ്ങളുണ്ട്.
അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത് ഈ രീതിയിൽ എന്താ പറയുക, ഈ രീതിയിലുള്ള ഇവിടെയൊക്കെ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, റിജിഡ് ആയിരിക്കും, ഫെഡറൽ സിസ്റ്റം ഫോളോ. ഇപ്പോൾ US ഒക്കെ ആണെങ്കിൽ 50 സംസ്ഥാനങ്ങളാണ്. ആ 50 സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ രീതിയിൽ ആ ഒരു ഭരണം അവിടെ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതൊക്കെ അവിടെ നിന്നൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു രീതിയിൽ ചോദ്യങ്ങൾ വരാം. ഈ ഒരു എന്താ പറയുക, ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഇതിലുള്ള ആശയങ്ങളാണ് നമ്മളവിടെ പറഞ്ഞത്. അവിടെ ഒരു ലിഖിത ഭരണഘടനയായിരിക്കണം, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം, ഒരു ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യങ്ങളായിരിക്കണം. അങ്ങനെ വരുന്ന രാജ്യങ്ങളായ അമേരിക്ക, ഇന്ത്യ, ഓസ്ട്രേലിയ, കാനഡ ഒക്കെ ഈ പറയുന്ന ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയമുണ്ട്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്കോപ്സ്. എന്തിനാണ് ഇങ്ങനെയുള്ള ജുഡീഷ്യൽ റിവ്യൂ? ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ സ്കോപ്പാണ് നമ്മളിവിടെ പറഞ്ഞത്. 3 കാര്യങ്ങളാണ് നമ്മളവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എന്താണ്? ഒന്ന്, കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസി. കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസി നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസി ഞാൻ പറഞ്ഞു, സാധാരണ നിയമങ്ങളെക്കാൾ ഒരു പ്രസക്തി അല്ലെങ്കിൽ മുൻതൂക്കം അല്ലെങ്കിൽ ഒരു മുൻഗണന ഉണ്ട് ഭരണഘടനാപരമായ നിയമങ്ങൾക്ക്. അപ്പോൾ ഭരണഘടനാ നിയമങ്ങൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, ഒന്നുകൂടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഭരണഘടനാ നിയമങ്ങൾക്ക് മറ്റുള്ള നിയമങ്ങളെക്കാൾ എന്താണ് പ്രാധാന്യം കൂടുതലാണ്. അപ്പോൾ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു സുപ്രമസി, അതിനൊരു സുപ്രമസി ഉണ്ട്. അതിനെ കാത്തു സംരക്ഷിക്കാനാണ്, ആ ഒരു അടിസ്ഥാന നിയമസംഹിതയെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഈ ഒരു രീതിയിലുള്ള നമ്മളെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചില കാര്യങ്ങൾ നമുക്ക് എന്താണ്, അത് കോടതികളാണ്, നിയമങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള ഒരു പവർ കോടതികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ആ ഭരണഘടന അടിസ്ഥാന നിയമസംഹിതയെ പരിശോധിക്കേണ്ട ആവശ്യകത ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം, ഭരണഘടനയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യകത തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞു, ഭരണഘടന നശിച്ചു പോകാൻ പാടില്ല. ഭരണഘടനയ്ക്ക് യാതൊരു കോട്ടവും സംഭവിക്കാൻ പാടില്ല. ആ കോട്ടം സംഭവിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ പോവുക. അപ്പോൾ ഇന്ത്യയൊക്കെ പോലുള്ള രാജ്യം ഒരു സെക്യുലറിസം കീപ്പ് ചെയ്യുന്ന രാജ്യമാണ്. പല രീതിയിലുള്ള ആശയങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്, പല ഭാഷ, പല വൈവിധ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. അതിന് ഒരു രീതിയിലുള്ള എന്താ പറയുക വിരുദ്ധ ആശയങ്ങളും ഉണ്ടാവാൻ എസ്പെഷ്യലി പാടില്ല. അതൊക്കെ വലിയ വലിയ തകർച്ചയിലേക്കാണ്, ജനാധിപത്യത്തിൻ്റെ തകർച്ചയിലേക്കാണ് നമ്മളെ നയിക്കുക. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഒന്നാമത്തെ സ്കോപ്പ് പറയുന്നത്. രണ്ടാമത് എന്താണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്, പ്രൊട്ടക്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ പല കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. വി നീഡ് ഫുഡ്, വി നീഡ് ഷെൽട്ടർ, വി നീഡ് ക്ലോത്ത്സ്, നമ്മളെ ബേസിക് നീഡ്സ് ആണ്. അതുപോലെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ നമുക്കറിയാം നമ്മുടെ മൗലികമായ അവകാശങ്ങൾ, ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ്. ആ ഫണ്ടമെൻ്റൽ റൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു പവറാണ് ജുഡീഷ്യൽ റിവ്യൂ. അപ്പോൾ മനുഷ്യൻ്റെ നമ്മളുടെ നമ്മൾ ഇന്ത്യയിലെ കാര്യങ്ങൾ തന്നെ പറയാം. നമുക്ക് നമ്മുടെ മൗലികാവകാശങ്ങൾക്ക് എതിരായ എന്തെങ്കിലും നിയമങ്ങൾ പാർലമെന്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമസഭകളോ നിർമ്മിക്കുകയാണെങ്കിൽ അത്തരം നിയമങ്ങളെ എന്ത് ചെയ്യാം, കോടതികൾക്ക് നോക്കിക്കണ്ടിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യാം. അപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ ഭരണഘടനയെ തന്നെ നോക്കിക്കാണുന്ന സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്താണ്, ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്ന ആശയം. അവരവരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഒരു എന്താ പറയുക, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അവകാശങ്ങൾ, പൗരന് മാത്രം നമ്മൾ ഏതാൾക്കും ഉണ്ട് അവകാശങ്ങൾ അല്ലേ, കൊച്ചു കുട്ടികൾ തൊട്ടിട്ട് എല്ലാ ആൾക്കാർക്കും ഉണ്ട് അവകാശങ്ങൾ. നമ്മുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകരാണ്. നമ്മുടെ മൗലികാവകാശങ്ങൾ ആരാ സംരക്ഷിക്കുന്നത്? ഹു പ്രൊട്ടക്ട് അവർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമ്മുടെ മൗലികാവകാശങ്ങളെ പല ജനറൽ PSCയിലൊക്കെ പല പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് ആരാണ്? കോടതികളാണ്. ഇപ്പം ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെയാണ് നമ്മുടെ മൗലികാവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ജനപ്രതിനിധികൾ ഏതെങ്കിലും രീതിയിൽ എന്താണ്, ഈ രീതിയിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് വയലേറ്റ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായി കഴിഞ്ഞാൽ അത്തരം നിയമങ്ങളെ ഇല്ലായ്മ ചെയ്യാം. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വലിയ ഒരു സ്കോപ്പാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. തേർഡ് പോയിന്റ് ഈസ് മെയിൻറ്റെയിൻ ഫെഡറൽ ഇക്വലിബ്രിയം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പൊളിറ്റിക്സിലേക്കൊന്നും ഞാൻ വരുന്നില്ല. അതൊക്കെ പൊളിറ്റിക്കൽ ആസ്പെക്ട്, ഓരോ രീതിയിലുള്ള ചിന്താഗതികൾ ഉണ്ടാവും, അവനവൻ്റെ പ്രത്യയശാസ്ത്രം ഉണ്ടാവും, അവർക്ക് അതായിരിക്കും വലുത്. അപ്പോൾ ഒന്ന് ഞാൻ പറയുമ്പോൾ അപ്പോൾ അതങ്ങനെ പറയാൻ പാടില്ല, അതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. മെയിൻറ്റെയിൻ ഒരു ഇക്വലിബ്രിയം എന്തായാലും വേണം അല്ലേ. സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും തമ്മിലൊക്കെ ഒരു ഇക്വലിബ്രിയം,
ഒരു ബാലൻസിൽ പോകണം കാര്യങ്ങൾ. ബാലൻസ് പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ബിക്കോസ് വി ആർ ഫോളോയിങ് എ ഫെഡറൽ സിസ്റ്റം. ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. സെൻട്രൽ റൂൾ ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ് ലൈക്ക് ദാറ്റ്. ഫെഡറൽ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്റ്റേറ്റിൻ്റെ നിയമം എന്ന് ഞാൻ പറഞ്ഞു, അതാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്. കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ എന്തിലൊക്കെയാണ് അവർക്ക് ഇടപെടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഫോറിൻ അഫയേഴ്സ് എസ്പെഷ്യലി കേന്ദ്ര സർക്കാരിന് മാത്രമേ അതിൽ കാര്യങ്ങൾ എന്തും നിർണ്ണയിക്കാനുള്ള ഒരു അധികാരമുള്ളൂ. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, സ്റ്റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ നിയമപാലനം, സാധാരണ എന്താ പറയുക, പാലനം നടത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്. ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കുറ്റകൃത്യമോ ബാക്കിയുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം എത്താറാണ് പോലീസാണ്. ബിക്കോസ് അത് എന്താണ്, ആ ഒരു എന്താ പറയുക നിയമപാലനം എന്ന് പറയുന്നത് നമ്മളെ ഇതിലാണ് വരുന്നത്. ക്രമസമാധാനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ രീതിയിൽ എന്താ പറയുക സംസ്ഥാന നിയമത്തിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒരു ഇക്വലിബ്രിയത്തിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു ഓൾറെഡി, ഈ പറയുന്ന ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഹാസ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്, റിജിഡ് ആയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യത്താണ് അതിൻ്റെ ഒരു ആവശ്യകത. അപ്പോൾ എന്താണ്, ടു മെയിൻറ്റെയിൻ ദാറ്റ് ഫെഡറൽ ഇക്വലിബ്രിയം, ആ ഒരു ഫെഡറൽ ഇക്വലിബ്രിയം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ പറയുന്ന അതിൻ്റെ ഒരു സ്കോപ്പും കൂടി. അപ്പോൾ ഈ 3 സ്കോപ്പുകളെയും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇപ്പോൾ നമുക്ക് എന്താ പറയുക എക്സാമിനേഷൻ ഒരു എന്താ പറയുക ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവലൊക്കെ ആണെങ്കിൽ വാട്ട് ആർ ദ സ്കോപ്സ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതായത് ഏതെങ്കിലും 1-2 എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസി. ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എന്താണ്, അത് നമ്മൾ അടിസ്ഥാന നിയമസംഹിതയാണ്, അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യകത ഉണ്ട്. ആ പറയുന്ന നിയമങ്ങൾ എന്താണ്, സാധാരണ നിയമങ്ങളെക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന നിയമങ്ങളാണ്, അതിനൊരു മുൻതൂക്കമുണ്ട്. സോ അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് എ സ്കോപ്പ്. പിന്നെന്താണ് പറയുക, അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനെ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ വരുന്ന ഒരു കാര്യം, ഒരു ആശയമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫണ്ടമെൻ്റൽ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ആവശ്യകത ഉണ്ട്. അത് ഈ ഒരു ജനപ്രതിനിധികൾ ഒരു നിയമം നിർമ്മിക്കപ്പെടുന്നത് മൂലം അത് തകരാൻ പാടില്ല. ആ രീതിയിൽ ദാറ്റ് ഈസ് അനദർ സ്കോപ്പ്. മൂന്നാമത് എന്താണ് നമ്മൾ പറഞ്ഞത്, ടു മെയിൻറ്റെയിൻ ദ ഫെഡറൽ ഇക്വലിബ്രിയം. ആ ഒരു ഫെഡറൽ ഇക്വലിബ്രിയം, ആ ഫെഡറലിസം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയണം 2 രീതിയിലുള്ള ഒരു എന്താ പറയുക ഭരണം നമുക്കുണ്ട്. ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ ആ ഒരു ദാറ്റ് ഹാസ് ടു ബി ഒരു ബാലൻസിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. ആ ഒരു ബാലൻസ് വേണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ പറയുന്ന അതാണ് എന്താണ് ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഭരണഘടന എന്താ പറയുക, ഇപ്പോൾ ഈ രീതിയിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വന്നു. അപ്പോൾ ഇതിന് എതിർ ചിന്താഗതിയുമുള്ള ആൾക്കാരുണ്ടായിരിക്കാം. കാരണം ഇപ്പോൾ നമ്മൾ തന്നെ നോക്കുക, നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരാണെന്ന് ചോദിച്ചാൽ ജനങ്ങളാണ് അല്ലേ. ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ച് ജനങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ ജനപ്രതിനിധികളെ പറഞ്ഞയക്കുന്നു. ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിൽ കേരള നിയമസഭയിലേക്ക് നമ്മൾ വോട്ട് ചെയ്തിട്ട് കേരള നിയമസഭയിൽ എന്താ പറയുക MLA-മാരുണ്ടാവുന്നു. അവർ നിയമസഭ കൂടിയിട്ട് ഒരു നിയമം പാസ്സാക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യുന്നു. ലോക്സഭയിലേക്ക് വോട്ട് ചെയ്തിട്ട് MP-മാരുണ്ടാവുന്നു. അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ MLA-മാർ വോട്ട് ചെയ്തിട്ട് രാജ്യസഭയിൽ അംഗങ്ങളുണ്ടാകുന്നു. ഈ 2 സഭകളും നിർമ്മിച്ച് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി നിയമങ്ങളുണ്ടാകുന്നു. അപ്പോൾ ബേസിക്കലി ഒരു ജനാധിപത്യം എന്താണ്, ആ ഒരു ജനാധിപത്യ സ്ട്രക്ചറാണ്. എല്ലാം ജനങ്ങളാണ് നിർണ്ണയിക്കപ്പെടുന്നത്. നേരിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരാണ്. അത്തരം അവർ നിർമ്മിക്കുന്ന നിയമങ്ങളെ ഒരു കൂട്ടം എന്താണ് ജഡ്ജിമാർക്ക് അതിനെ സൂക്ഷ്മ പരിശോധന ചെയ്തിട്ട് ഇല്ലായ്മ ചെയ്യാം. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഈ ഒരു ആശയം ഒരു എന്താ പറയുക ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ രീതിയിൽ ആ ഒരു കോർണറിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ജനാധിപത്യ വിരുദ്ധം ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്താണ് ജുഡീഷ്യൽ റിവ്യൂവിനെ ചില ആംഗിൾ നമുക്ക് പറയാം. കാരണം അല്ലേ, ഇത്രയും വലിയ ജനങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ 130 കോടി ജനങ്ങളുണ്ട്. ഇന്ന് 130 കോടി ജനങ്ങളിൽ വോട്ടവകാശം ഉള്ള ആൾക്കാർ വോട്ട് ചെയ്തിട്ട് ജനപ്രതിനിധികളെ പറഞ്ഞയക്കുന്നു. അവർ നിർമ്മിക്കുന്ന നിയമങ്ങളെ കോടതിയിലുള്ള ഒരു എന്താ പറയുക കുറച്ച് ആൾക്കാർക്ക്, ഇപ്പോൾ ഒരു ബെഞ്ചാണ് ഇപ്പോൾ ഒരു നിയമം നിർമ്മിച്ചിട്ട് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നുള്ള അല്ലെങ്കിൽ കോടതിക്ക് തന്നെ തോന്നി, കോടതി അത് എന്താ പറയുക ഒരു ബെഞ്ച് ഇരുന്നു, അല്ലെങ്കിൽ ഒരു 5 അംഗ ബെഞ്ച്. അപ്പോൾ 5 ആളാണ് അതിനെ സൂക്ഷ്മ പരിശോധന ചെയ്തിട്ട് ചെയ്യുന്നത്, ആ രീതിയിൽ അത് ഭരണഘടനാ വിരുദ്ധമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ ഇത്രയും എന്താ പറയുക അല്ലേ, നമ്മൾ ആ രീതിയിൽ ആലോചിക്കുക. ഇത്രയും ആൾക്കാർ വോട്ട് ചെയ്തിട്ട് അതിന്ന് ഉണ്ടാവുന്ന നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ ചെയ്തിട്ടുള്ള ആ നിയമത്തിനെ ആ ഒരു പരിശോധിക്കാനുള്ള അധികാരം കേവലം കുറച്ച് പേരിൽ മാത്രം സംക്ഷിപ്തമാവാണ്. അപ്പോൾ
അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിച്ച ഒരാളാണ് ഹ്യൂഗ് ഇവാൻസ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത്, നാം ഭരണഘടനയിൽ ജീവിക്കുന്നു, അത് തീരുമാനിക്കുന്നത് ജഡ്ജിമാരാണ്. അപ്പോൾ ഈ രീതിയിൽ അങ്ങനെയുണ്ട്, അങ്ങനെയുള്ള ആശയങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയും ചിന്തിക്കാമല്ലോ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഈ രീതിയിൽ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ എല്ലാം നമ്മൾ ഈ രീതിയിൽ ഈ ഒരു കൊട്ടേഷൻ വേണമെങ്കിൽ ചോദിക്കാം. നാം ഭരണഘടനയിൽ ജീവിക്കുന്നു, അത് തീരുമാനിക്കുന്നത് ജഡ്ജിമാരാണ് എന്നുള്ളത് ആരുടെ കൊട്ടേഷനാണെന്നത് ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ആസ് എ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവലൊക്കെ ആണെങ്കിൽ അവിടെ അങ്ങനെ ചോദിക്കാം. നിങ്ങൾക്ക് നമ്മുടെ ആശയമാണ് അവിടെ എഴുതേണ്ടത് അല്ലേ. ഈ രീതിയിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ആശയം ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ളൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ ആശയം എഴുതുക അല്ലേ. നമ്മൾക്ക് എന്താണോ തോന്നി അതാണ് കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ കോർണർ ചെയ്ത് നമ്മൾക്ക് ഒരു കോർണറിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് ഈ പറയുന്ന ജനങ്ങൾ, ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് നമ്മളെ ജനാധിപത്യ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ കുറേ ജനപ്രതിനിധികളെ പറഞ്ഞയച്ചു. അവർ ചർച്ച ചെയ്തിട്ട് ഒരു നിയമം ഉണ്ടാക്കുന്നു. ആ നിയമത്തിനെ നോക്കിക്കാണുന്നത് കേവലം 4-5 ആൾക്കാർ ജഡ്ജിമാരാണ് നോക്കിക്കാണുന്നത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആലോചിക്കാം. അപ്പോൾ അതിന് എതിരായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി നമ്മളിവിടെ ഓർത്തു വെക്കണം. ഈ ജുഡീഷ്യൽ റിവ്യൂവിന് അതിൻ്റെതായ ചട്ടങ്ങളൊക്കെ ഉണ്ട്. ഏത് രീതിയിലാണ് ഇത് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതും കൂടി നമ്മളിവിടെ ഓർത്തു വെക്കണം. ഇനി നമ്മൾ ആദ്യം ചർച്ച ചെയ്തപ്പോൾ തന്നെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ആശയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ ഇൻ ഇന്ത്യ നമുക്കറിയാം. ഈ പറയുന്ന ആശയം ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം നമ്മുടെ നാട്ടിൽ ഉള്ളതാണ്, നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു ആശയമാണ്. ഈ പറയുന്ന നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്ന ഒരു കാര്യം അത് ഇവിടെ ഉണ്ട്. അങ്ങനെ ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 13 ആർട്ടിക്കിൾ 13 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ് അബൌട്ട് ജുഡീഷ്യൽ റിവ്യൂ. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ബോത്ത് ആരുടെ സുപ്രീം കോർട്ട്. അതാണ് താഴെ എഴുതി വെച്ചിട്ടുള്ളത്. സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ഹാവ് ദ പവർ ടു എക്സാമിൻ ദോസ് ലോസ്. ലെജിസ്ലേറ്റീവ്സ്, നമ്മുടെ എന്താ പറയുക, ജനപ്രതിനിധികൾ നിർമ്മിക്കുന്ന ആ ഒരു നിയമത്തിനെ നമുക്ക് സൂക്ഷ്മ പരിശോധന ചെയ്യാനുള്ള അവകാശം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമുണ്ട്. അങ്ങനെ അത് ഇല്ലീഗലാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരവും നമ്മുടെ കോടതികൾക്കുണ്ട്. ഉള്ള കോടതികളാണ് ഇന്ത്യയിൽ സുപ്രീം കോടതിക്കുമുണ്ട് ഹൈക്കോടതിക്കുമുണ്ട്. ഞാൻ പറഞ്ഞു, കേന്ദ്ര സർക്കാർ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമങ്ങളാണെങ്കിൽ അതിന് സുപ്രീം കോടതിക്കും, അതാത് നിയമസഭകൾ നിർമ്മിക്കുന്ന നിയമങ്ങളെ ഹൈക്കോടതിക്കും നോക്കാം. പക്ഷേ ഏറ്റവും ഈ പവറിൽ ഇതിലെ ഏറ്റവും ജുഡീഷ്യൽ റിവ്യൂവിൽ ഏറ്റവും കൂടുതൽ പവർ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? സുപ്രീം കോടതിക്കാണ് ഒബ്വിയസ്ലി അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു കേസ് വന്നു, ഇപ്പോൾ കേരള സർക്കാർ ഒരു നിയമം നിർമ്മിച്ചു, ആ ഒരു നിയമം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഹൈക്കോടതി പറഞ്ഞാൽ വീണ്ടും സുപ്രീം കോടതിക്ക് അതിലൊരു തീരുമാനം എടുക്കാം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീതിന്യായത്തിൻ്റെ ഏറ്റവും അവസാന വാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം സുപ്രീം കോടതിയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും പവറുകളും കാര്യങ്ങളൊക്കെ സുപ്രീം കോടതിയിലുണ്ട്. നമ്മൾക്ക് ചില ആൾക്കാർക്കൊക്കെ കോടതി എന്ന് പറയുന്ന ഒരു ആശയ സമയത്ത് അതിങ്ങനെ കുറേ കാര്യങ്ങൾ കേസുകൾ കാര്യങ്ങൾ മാത്രം നടക്കുന്ന ഒരു ആശയം മാത്രമല്ല. ഈ രീതിയിൽ നമ്മളെ ജനപ്രതിനിധികൾ നിർമ്മിക്കുന്ന നിയമങ്ങളെ നോക്കിക്കാണാനും സസൂക്ഷ്മം പരിശോധിക്കാനും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഭരണഘടനാ വിരുദ്ധമായ ആശയങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള അധികാരമൊക്കെ ആർക്കുണ്ട്? ഈ പറയുന്ന കോടതികൾക്കുണ്ട്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു പറയുന്ന കാര്യം നിങ്ങൾ എസ്പെഷ്യലി ആലോചിച്ച് വെക്കണം. ആർട്ടിക്കിൾ 13 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഏത്? ഡിസ്ക്രൈബ് അബൌട്ട് ജുഡീഷ്യൽ റിവ്യൂ. ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ജുഡീഷ്യൽ റിവ്യൂവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 13 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ് അബൌട്ട് ജുഡീഷ്യൽ റിവ്യൂ. ഇവിടെ ആർക്കൊക്കെ അത് ചെയ്യാം? ബോത്ത് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ഹാവ് ദ പവർ. നോ അതർ കോർട്ട് ക്യാൻ. നമുക്ക് വേറെ കോടതികളുണ്ട്, ജില്ലാ കോടതികളുണ്ട്, മുനിസിപ്പൽ കോടതികളുണ്ട്, കുറേ കോടതികളുണ്ട് അല്ലേ. അപ്പോൾ ഈ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള ആശയം ആർക്ക് മാത്രമേ അതിൽ ഈ പറയുന്ന എക്സാമിനേഷൻ ചെയ്യാൻ പറ്റുള്ളൂ? അത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 13 ആണ്. ബോത്ത് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ഹാവ് ദ പവർ ടു ഈ രീതിയിൽ ജുഡീഷ്യൽ റിവ്യൂവിനെ നോക്കി ഈ എക്സാമിൻ ചെയ്യാനുള്ള പവർ എന്ന് പറയുന്നത്, ആ ഒരു നിയമങ്ങളെ വീണ്ടും പുനഃപരിശോധന ചെയ്യാനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത്, നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ലാസ്റ്റ് പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തു വയ്ക്കുക. ഈ രീതിയിൽ സുപ്രീം കോടതി ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇങ്ങനെ നിയമങ്ങളെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കേസുകളാണ്, അത് നമ്മൾ ഓർത്ത് വെക്കണം. ഫസ്റ്റ് ഈസ് ഗോലക്നാഥ് കേസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കേസുകളൊക്കെയാണ്. 1967 ഗോലക്നാഥ് കേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ജുഡീഷ്യൽ റിവ്യൂ ഹാസ് ബീൻ അപ്ലൈഡ്. ലൈക്ക് ബാങ്ക് നാഷണലൈസേഷൻ 1970. ബാങ്ക് നാഷണലൈസേഷൻ 1917 അപ്ലൈ ആയിട്ടുണ്ട്.
പ്രിവി പേഴ്സ് അബോളിഷൻ. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണല്ലേ, പ്രിവി പേഴ്സ്. പണ്ട് നാട്ടുരാജാക്കന്മാർക്കുള്ള ആ ഒരു കുറച്ച് എന്താ പറയുക കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് നിർത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രിവി പേഴ്സ് അബോളിഷൻ കേസ് ഉണ്ടായിട്ടുണ്ട് 1971. This one is very important in all aspect when we leads with Indian Constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി പോകുന്ന ഒരു കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണെന്ത്, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇൻ 1973. അതിൻ്റെ വർഷം വരെ പഠിച്ചു വെക്കുക. ഇപ്പോൾ അതിനുള്ള ഒരു ഇമ്പോർട്ടൻസും കൂടിയും കൂടുതലാണ്. ആ കേസ് കൊടുത്ത ആൾ ഇപ്പോൾ അടുത്ത കാലത്ത് അദ്ദേഹം മരണപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ ഒരു വഴിത്തിരിവായ കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ ഈ നമ്മൾ പറയുന്ന ജുഡീഷ്യൽ റിവ്യൂ അപ്ലൈ ആയിട്ടുള്ള കേസുകളാണ് മിനർവ മിൽ കേസ് 1980. അപ്പോൾ അതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വെക്കണം, ഇൻ ഓൾ ആസ്പെക്ട് വെൻ വി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന കേസുകളെല്ലാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഏത്, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇൻ 1973. ഇന്ത്യയുടെ ആ ഒരു ഭരണഘടന ഒരു വളരെ വലിയൊരു നാഴികക്കല്ലായിട്ടുള്ളൊരു കേസാണ്. അതുപോലെ ഈ പറയുന്ന കേസുകളിലൊക്കെയാണ് ഈ പറയുന്നതൊക്കെയാണ് എന്ത്, ജുഡീഷ്യൽ റിവ്യൂ അപ്ലൈ ആയിട്ടുള്ള കാര്യങ്ങൾ. ഗോലക്നാഥ് കേസ്, ബാങ്ക് നാഷണലൈസേഷൻ, പ്രിവി പേഴ്സ് അബോളിഷൻ, കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, മിനർവ മിൽസ് കേസ്, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്. ഇതൊരു റീസെൻ്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് ഈ NJAC അല്ലെങ്കിൽ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ നമ്മൾ ഒന്നുകൂടി ഓർത്ത് വെക്കേണ്ടത് കാര്യമുണ്ട്. അത് 99th അമെൻമെൻറ്റ് 99ാമത്തെ ഭേദഗതി ഉണ്ടായത് 2014. 99th അമെൻമെൻറ്റ് 2014. അതിൽ നമുക്കറിയാം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലേക്കൊക്കെ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള സംവിധാനം ഒരു കൊളീജിയം ഉണ്ട്. ആ ഒരു കൊളീജിയം എന്താണ്, കുറച്ച് ആൾക്കാരെ പേര് സജസ്റ്റ് ചെയ്യും, അത് സെൻട്രൽ ഗവൺമെൻറ്റിന് വിടും. ആ സെൻട്രൽ ഗവൺമെൻറ് അത് പരിശോധിച്ചിട്ട് ഒന്നില്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. രണ്ടാമത് അയക്കുകയാണെങ്കിൽ എന്തായാലും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഒരു കീഴ്വഴക്കം. ഇൻ 2014 ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു നിയമം കൊണ്ടുവന്നു. എന്ത്, ആ ഒരു കീഴ്വഴക്കം പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ്. അന്ന് എന്ത് ചെയ്തു, ഈ രീതിയിൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിയിലേക്കൊക്കെ ജഡ്ജിമാരുടെ നിയമനത്തിന് വേണ്ടിയിട്ട് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കാര്യം സൃഷ്ടിച്ചു. സുപ്രീം കോടതി അത് നിർമ്മിക്കപ്പെട്ടത് 99ാമത്തെ അമെൻമെൻ്റ് ആണ്. അത് നമുക്കറിയാം ഭരണഘടനാ ഒരു ഭേദഗതിയാണ്. 99ാമത്തെ ഭരണഘടനാ ഭേദഗതി 2014 2015 സുപ്രീം കോടതി ഈ പറയുന്ന കാര്യത്തിനെ സൂക്ഷ്മമായി പരിശോധിച്ചു. 2015 they have examined that law and that found is illegal. അതിനെ എന്താക്കി, അതിനെ പരിശോധിച്ചു. ഈ പറയുന്ന സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതിയിലേക്കും ജഡ്ജിമാരെ നിയമിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഇന്ത്യൻ പാർലമെന്റ് നിർമ്മിച്ചു 2014 99th അമെൻമെന്റ് ആയിട്ട്. 2015 എന്ത് ചെയ്തു, സുപ്രീം കോടതി ആ ഒരു പവർ ഉപയോഗിച്ചു, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആ ഒരു പവർ ഉപയോഗിച്ചു. ദേ ഹാവ് എക്സാമിൻഡ് ദാറ്റ് NJAC ആൻഡ് ദാറ്റ് ഫൗണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ആൻഡ് ദാറ്റ് ഹാസ് ബീൻ അബോളിഷ്ഡ്. അപ്പോൾ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ എന്ന് പറയുന്നൊരു കാര്യമില്ല. ഇപ്പോൾ വീണ്ടും ആ ഒരു സംവിധാനത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നെ ഞാനിവിടെ പറഞ്ഞു, ഇവിടെ നമുക്ക് വളരെ ഈ പറയുന്ന കേസുകളിലെല്ലാം ഇത് അപ്ലൈ ആയിട്ടുള്ള കാര്യമാണ്, ജുഡീഷ്യൽ റിവ്യൂ അപ്ലൈ ആയിട്ടുള്ള കാര്യമാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കേസ് ഈസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അത് ഈ രീതിയിലും ആലോചിച്ച് വെക്കണം. ഞാൻ പറഞ്ഞു നമ്മൾക്കുള്ള നിയമങ്ങളെല്ലാം നിർമ്മിക്കപ്പെടുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിലാണ്. പിന്നെ അതാത് നിയമസഭകളിൽ അതാത് നിയമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഇവിടെ പാർലമെൻറ്റിൻ്റെ കാര്യം നമുക്കിവിടെ ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലെ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഒന്നുകൂടി ആഴത്തിലേക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതും കൂടി നമുക്കിവിടെ പറഞ്ഞു പോവാം. അപ്പോൾ നമുക്കറിയാം ഭരണഘടനാ ഭേദഗതികൾ, അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള അവകാശം, അമെൻമെൻറ്റ്. അതിന് അമെൻമെൻ്റ് ആണെന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഭരണഘടനാ ഭേദഗതികൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ ഒരു എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ഭരണഘടനയിലല്ല നമ്മൾ പോകുന്നത്, നമുക്കതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ ഈ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ ഒരു കേസിൻ്റെ ഇത് വരുന്നത് വരെ എന്തായിരുന്നു സ്ഥിതി? ഇന്ത്യൻ പാർലമെൻറ്റ് ഹാസ് ദ പവർ ടു അമെൻമെൻറ്റ്. ഇന്ത്യയുടെ ഭരണഘടനയിലെ ഏത് കാര്യങ്ങളെയും അമെൻഡ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ടായിരുന്നു? ഇന്ത്യൻ പാർലമെൻറ്റിന് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇന്ത്യൻ പാർലമെൻറ്റിന് തന്നെയാണ് അവകാശം. ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള അവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ സംക്ഷിപ്തമാണ്. കാരണം അതങ്ങനെ തന്നെയാണ് അല്ലേ, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം. ഭരണഘടനയും ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഭരണഘടനയോ ഈ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ലോക്സഭയോ രാജ്യസഭയോ കാര്യങ്ങളൊന്നുമല്ല. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും മുകളിൽ നിൽക്കുന്ന കാര്യമാണെന്ത്? വി ദ പീപ്പിൾ, നമ്മൾ ജനങ്ങൾ. അപ്പോൾ നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കേണ്ടത് നമ്മളെ ജനപ്രതിനിധികൾ തന്നെയാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഭരണഘടനയിൽ ചില കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തേണ്ട അത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ ഈ ഒരു കേസ് നടക്കുന്നത് വരെ എന്തായിരുന്നു സ്ഥിതി? ഇന്ത്യൻ പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏത് ഭാഗവും അമെൻഡ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെന്റിൽ സംക്ഷിപ്തമായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഭേദഗതി ചെയ്യുന്നതൊക്കെ ഇന്ത്യൻ പാർലമെന്റാണ്. ഇന്ത്യൻ പാർലമെന്റിന് ഏത് ഭാഗം വേണമെങ്കിൽ ഭേദഗതി ചെയ്യാം. എന്നിരുന്നാലും അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ നമുക്കൊരു ഫീച്ചർ എന്ന് പറയാം. നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫീച്ചർ ഉണ്ട്. ആ ഒരു ഫീച്ചർ നഷ്ടപ്പെടുത്താത്ത രീതിയിലുള്ള കാര്യങ്ങളെ എല്ലാം ആർക്ക് ഭേദഗതി ചെയ്യാം? ഇന്ത്യൻ പാർലമെന്റിന് ഭേദഗതി ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സമയത്ത് ഓൾറെഡി നമ്മൾ എന്താണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ സമയത്ത് പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സം പാർട്ട് ഈസ് ഫ്ലെക്സിബിൾ. പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഭരണഘടനയിൽ മാറ്റം വരുത്താം. ചില ഭാഗം റിജിഡാണ്, ചില ഭാഗത്ത് കേവല ഭൂരിപക്ഷം പാടില്ല, മാത്രം മതിയാവില്ല. ചില ഭാഗം നമ്മൾ പറഞ്ഞു എന്താണ്, ചില ഭാഗം സ്പർശിക്കാൻ പോലും പറ്റില്ല. ആ സ്പർശിക്കാൻ പറ്റില്ലാത്ത ഭാഗമാണെന്ത്? ഈ ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബേസിക് ഫീച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആരാ അത് ഡിസൈഡ് ചെയ്യാം? ദിസ് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ബേസിക് സ്ട്രക്ചർ. അതും നിർണ്ണയിക്കുന്നത് ആരാണ്? നമ്മൾ അവിടെ ഓൾറെഡി പറഞ്ഞു. ഈ പറയുന്ന അതൊരാൾ നമ്മൾ കൊട്ടേഷനായിട്ട് തന്നെ പഠിച്ചു അല്ലേ? അലക്സാണ്ടർ ഹാമിൽട്ടൺ പറഞ്ഞ കൊട്ടേഷനായിട്ട് നമ്മൾ പഠിച്ചു. ഈ പറയുന്ന നിയമങ്ങളൊക്കെ നോക്കിക്കാണാനുള്ള അവകാശം, എക്സാമിൻ ചെയ്യാനുള്ള അവകാശങ്ങൾ കോടതികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ പാർട്ടാണ്, ഏതൊക്കെ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോടതികൾ തന്നെയാണ് നിർണ്ണയിക്കുന്നത്. ഇവിടെ നമ്മൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂ, നമ്മുടെ ഈ പറയുന്ന കോർ കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ആശയം ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? ദാറ്റ് ഈസ് ബിലോങ് ടു ദിസ് ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിന് കൈവയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഞാനിവിടെ പറഞ്ഞു ഇതെല്ലാം ഈ പറയുന്ന കേസുകളെല്ലാം എന്താണ്? ഈ പറയുന്ന കേസുകളിലെല്ലാം ഇത് അപ്ലൈ ആയിട്ടുള്ളതാണ്. ഈ രീതിയിൽ എന്താ പറയുക, ഈ സുപ്രീം കോടതി അവരുടെ അധികാര പരിധി, ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന അധികാരം ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഗോലക്നാഥ് കേസ് 1967, ബാങ്ക് നാഷണലൈസേഷൻ, പ്രിവി പേഴ്സ്, കേശവാനന്ദ ഭാരതി. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ഇൻക്ലൂഡിങ് അതിൻ്റെ ഇയർ വരെ പഠിച്ചു വെക്കുക. 1973 മിനർവ മിൽസ് കേസ്. പിന്നെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്, അത് ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യത്തിൽ അപ്ലൈ ആയിട്ടുള്ളതാണ്. കോടതികളെ തന്നെ ആൾക്കാരെ നിർണ്ണയിക്കാനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ട് ഒരു NJAC എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നു. ദാറ്റ് ഹാസ് ബീൻ അബോളിഷ്ഡ്. അത് സുപ്രീം കോടതി ജുഡീഷ്യൽ റിവ്യൂ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്തു? ഫൗണ്ട് ദാറ്റ് ഈസ് ഇല്ലീഗൽ. അങ്ങനെ അത് ഇല്ലായ്മ ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയുടെ ഈ പറയുന്ന ഭരണഘടനയുടെ ഏത് ഭാഗത്തിനെയും ഭേദഗതി, നമ്മളെ രാജ്യം മുന്നോട്ട് പോവുകയാണ്, ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഭേദഗതികൾ ആവശ്യമായി തീരും. ആ ഭേദഗതികൾ ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? ആ ഭേദഗതി ചെയ്യാനുള്ളത് ഇന്ത്യൻ പാർലമെന്റിലാണ്. അപ്പോൾ ഈ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 ഹാപ്പൻ ചെയ്യുന്നതിന് മുമ്പ് എന്തായിരുന്നു? അതുകൊണ്ടാണ് അതൊരു നാഴികക്കല്ലായിട്ട് അറിയപ്പെടുന്നത്. അതിന് മുമ്പേ ഇന്ത്യൻ പാർലമെന്റിന് ഏത് ഭാഗം അഴിച്ചു പണിയാം അല്ലെങ്കിൽ അമെൻമെന്റ് ഭേദഗതികൾ വരുത്താനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു. അറ്റ് പ്രസന്റ് വാട്ട് ഈസ് ദ സിറ്റുവേഷൻ? അതിലെ വിധി തന്നെ അതായിരുന്നു. ഇന്ത്യൻ പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ ബേസിക് സ്ട്രക്ചർ ആൻഡ് ഫീച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഫീച്ചർ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തെയും അമെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്ക് തന്നെയാണ്? ഇന്ത്യൻ പാർലമെന്റിന് തന്നെയാണ്. അതിപ്പോഴും ഉണ്ട്. പക്ഷെ എന്താണ്? ബേസിക് സ്ട്രക്ചർ നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം എന്താണ്? ആ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം, ജുഡീഷ്യൽ കൺസെപ്റ്റ് അല്ല ഇവിടെ, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ഒരു ബേസിക് സ്ട്രക്ചറാണ്. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? യാതൊരുവിധ അമെൻമെൻറ്റിനും പാർലമെൻറ്റിന് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ നമ്മൾക്ക് രത്ന ചുരുക്കം ഒന്നും കൂടി നമുക്ക് വരാം. നമ്മൾ ആശയം ഇവിടെ ഡിസ്കസ് ചെയ്ത് എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയമാണ്. നീതിന്യായ പുനരവലോകനം എന്നുള്ളതാണ് പറഞ്ഞത്. അത് നമ്മൾ പറഞ്ഞു. വെറുതെ ഒരു രത്ന ചുരുക്കം എന്നുള്ളത് ജുഡീഷ്യൽ റിവ്യൂ എന്താണ്? ആ ഒരു പവർ ഓഫ് ജുഡീഷ്യറി ടു എക്സാമിൻ the constitutional legality of enactments and executive orders of both central and state governments. വളരെ ആഴത്തിൽ തന്നെ ഞാൻ ഇവിടെ അത് പറഞ്ഞ് വ്യക്തമാക്കി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അത് മനസ്സിലാക്കി വെക്കുക. ഈ രീതിയിൽ മേ ബി ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല രീതിയിൽ ചോദ്യങ്ങൾ വരാം. പിന്നെ ഈ കൊട്ടേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നത് കോടതികളാണ്. ഈ പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന സത്യത്തിൽ ഇതൊരു മഹത്തായ ആശയം തന്നെയാണ്. കാരണം ഭരണഘടനയെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അത് ജനപ്രതിനിധികൾ ചിലപ്പോൾ അതിൽ പാളിച്ചകൾ വരാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് മുൻകൂട്ടി അങ്ങനെ ചില നമ്മളെ മുൻ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ദിസ് ഡോക്ട്രിൻ വാസ് ഡെവലപ്ഡ് ഇൻ USA
അവിടെ അലക്സാണ്ടർ ഹാമിൽട്ടൺ ആണ് ആദ്യം ഇതിനൊരു തുടക്കമിട്ടത്. നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നത് കോടതികളാണെന്ന് പറഞ്ഞിട്ടുള്ളത് അലക്സാണ്ടർ ഹാമിൽട്ടൺ ആണ്. സത്യത്തിൽ ഇത് ഏത് കേസിലാണ് ഉടലെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ US മാർബറി വേഴ്സസ് മാഡിസൺ കേസ് ഇൻ 1803 ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം വന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യം എന്താണ്? സ്കോപ്പ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസി നമ്മൾ പറഞ്ഞു. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന നിയമസംഹിതയാണ്. ആ അടിസ്ഥാന നിയമസംഹിത മറ്റുള്ള നിയമങ്ങളെക്കാൾ എന്താണ്? അതിനൊരു സുപ്രമസി കൂടുതലാണ്. അപ്പോൾ അത് സംരക്ഷിക്കപ്പെടണം. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എന്തെങ്കിലും വിരുദ്ധമായ ആശയങ്ങളൊക്കെ ഒരുപാട് കടന്നുകൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം മാറും. നമ്മളൊരു ജനാധിപത്യം തന്നെ തകർന്നു പോകും. സോ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസി. സെക്കൻഡ് പാർട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ അവകാശങ്ങൾ, അത് നമുക്കറിയാം, നമ്മളുടെ അവകാശങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മൗലിക അവകാശങ്ങൾ. To protect fundamental right, that is very important. That is another scope of judicial review. And last, നമ്മൾക്കറിയാം, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യത്തിലാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയമൊക്കെ കൂടുതൽ ശക്തമാകുന്നത്. സോ ദാറ്റ് ഇക്വലിബ്രിയം ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് തമ്മിലുള്ള ആ ഒരു ഇക്വലിബ്രിയം വേണം. ദാറ്റ് ഈസ് ടു മെയിൻറ്റെയിൻ ദ ഫെഡറൽ ഇക്വലിബ്രിയം. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇത് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് ആയിരിക്കണം. ഫെഡറൽ സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിലാണ് ഇത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയത്തിന് ഒരു പ്രസക്തി ഉള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ലിഖിത ഭരണഘടനയായിരിക്കണം. നമ്മളെല്ലാം ഇന്ത്യയിലേക്ക് ആലോചിച്ചാൽ മതി കേട്ടോ, എല്ലാം ഇന്ത്യയിലേക്ക് ആലോചിച്ചാൽ മതി. നമ്മുടെ ലിഖിത ഭരണഘടനയാണ്. വി ഡോണ്ട് ഹാവ് നമ്മുടെ മൊത്തം റിജിഡ് എന്ന് പറയാൻ പറ്റില്ല. സം പാർട്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫ്ലെക്സിബിൾ, സം പാർട്ട് ഈസ് റിജിഡ്. ചില ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് എന്താണ്? ചില പാർട്ടിൽ നമുക്ക് ഭേദഗതികൾ വരുത്താനേ സാധിക്കില്ല. ദാറ്റ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? പിന്നെ നമ്മൾ അടുത്തൊരു കാര്യം പറഞ്ഞത്, ചില ഒരു രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് എന്താണ്? ഒരു രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും, അതും ഇന്ത്യയുടെ ഒരു ഇതിൽ തന്നെ ആലോചിക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളാണ് നമ്മുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അവർ നിർമ്മിക്കുന്ന നിയമങ്ങളെ കേവലം കുറച്ച് ആൾക്കാർ മാത്രം അതിനെ സൂക്ഷ്മ പരിശോധന ചെയ്യുന്നു. അതില്ലായ്മ ചെയ്യാനുള്ള അവകാശം കുറച്ച് പേരിൽ, ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ തിരഞ്ഞെടുക്കപ്പെടുന്ന ആ ജനപ്രതിനിധികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ നിർമ്മിക്കുന്ന നിയമങ്ങളെ കുറച്ച് പേർക്ക്, വിരലിലെണ്ണാവുന്ന ആൾക്കാർക്ക് അതിനെ ഇല്ലാതാക്കാനുള്ള ഒരു അവകാശം ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഉണ്ട്. അത് പറഞ്ഞതാണ് ഹ്യൂഗ് ഇവാൻസ്. നാം ഭരണഘടനയിൽ ജീവിക്കുന്നു, അത് തീരുമാനിക്കുന്നത് കേവലം കുറച്ച് ജഡ്ജിമാരാണ് എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞൊരു ആശയം എന്ന് പറഞ്ഞത് എന്താണ്? നമ്മളെ ജുഡീഷ്യൽ റിവ്യൂ, ഇന്ത്യയിലെ ജുഡീഷ്യൽ റിവ്യൂയുടെ കാര്യങ്ങളാണ്. നമുക്കറിയാം ആർട്ടിക്കിൾ 13 ആണ്. അതൊക്കെ ഒബ്ജക്റ്റീവ് ലെവലിൽ വളരെയധികം പഠിച്ചു വെക്കുക. എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 13 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പരാമർശിക്കുന്നത്, അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത്. പിന്നെ ആർക്കാണ്, ഇന്ത്യയിൽ ആർക്കാണ് ഇത് എന്താ പറയുക ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഈ കോടതി? നമ്മൾ ഓൾറെഡി പറഞ്ഞു ജുഡീഷ്യറിയുടെ അവകാശമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരു പല രീതിയിലുള്ള ജുഡീഷ്യറി ഉണ്ട്. പക്ഷേ ആർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? സുപ്രീം കോടതിയും ഹൈക്കോടതിക്കും മാത്രമേ ആ ഒരു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു പവർ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു കുറച്ച് കേസുകളിൽ ദോസ് കേസസ് വിച്ച് ഹാവ് അപ്ലൈഡ് ജുഡീഷ്യൽ റിവ്യൂ, ആ ഒരു പവർ ഉപയോഗിച്ച കേസുകളാണ് ഈ പറയുന്ന കേസുകൾ. മോസ്റ്റ് ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കേസസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അത് ഒരു രീതിയിലും മറന്നു വെക്കരുത്. ആ ഒരു കേസിലാണ് ഇന്ത്യയുടെ ഒരു നാഴികക്കല്ലായിട്ടുള്ള, അല്ലെങ്കിൽ ഭരണഘടനയെ സംബന്ധിച്ച് ഒരു നാഴികക്കല്ലായിട്ടുള്ള കേസാണ്. അതിനു മുമ്പേ ഇന്ത്യൻ പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു കേസിന് ശേഷമാണ് എന്താണ് ആ ഒരു വിധി ഉണ്ടായത്. ഇന്ത്യയുടെ പാർലമെന്റിന് തന്നെയാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ ജനപ്രതിനിധികൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അതിനെ അഴിച്ചു പണിയാനുള്ള അവകാശവും ജനപ്രതിനിധികൾക്ക് തന്നെയാണ്. പക്ഷേ എന്ത് നഷ്ടപ്പെട്ടുകൂടാ? ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചർ ബാർ ഫീച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി ഡിസ്ട്രോയിഡ്. അത് ഡിസ്ട്രോയ് ചെയ്യാതെ ഏത് ഭാഗം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ത്യൻ പാർലമെൻറ്റ്, നമുക്കല്ല, ഇന്ത്യൻ പാർലമെൻറ്റിൽ നമ്മുടെ ജനപ്രതിനിധികൾക്ക് അതിൽ അഴിച്ചുപണികൾ, അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഭേദഗതികൾ ചെയ്യാം. അപ്പോൾ ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം എന്താണ്? ദാറ്റ് ഈസ് ബിലോങ്സ് ടു ദിസ് ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? യാതൊരു രീതിയിലുള്ള അമെൻമെൻറ്റും സാധ്യമല്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഡീറ്റെയിൽഡ് ആയി പോയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വി ഹാവ് ടു ക്രാക്ക് ദ, ഇഫ് ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഇതൊന്ന് പല രീതിയിലും ചോദിക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഈസിലി വി ക്യാൻ ഡീൽ. കുറേ കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വെച്ച് അങ്ങനെ പറ്റിക്കാം. ചില രീതിയിൽ നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ചിന്താഗതികളാണ് ചോദിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഭരണഘടനയൊക്കെ ആകുമ്പോൾ നമ്മുടെ ചിന്താഗതികളാണ്. ഇഫ് ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഈ രീതിയിൽ പല രീതിയിലും മറിച്ചും തിരിച്ചൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങളുടേതായ ഒരു രീതിയിലുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണം. അതിൻ്റെ ആ ഒരു ആശയം ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
ആ രീതിയിൽ തന്നെ പഠിക്കുക, കാര്യം ബൃഹത്തായിട്ട് തന്നെ പഠിച്ചു വെക്കുക. എന്നിൽ മാത്രമേ നിങ്ങളെ പേനത്തുമ്പിൽ, ഇഫ് ഇറ്റ് ഇസ് എ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ, നിങ്ങളെ പേനത്തുമ്പിൽ വരാൻ സാധ്യമാവുള്ളൂ. ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ ഡിസ്ക്രിപ്റ്റീവ് ആയിക്കോട്ടെ, ഈ രീതിയിൽ നിങ്ങളുടെ പഠനമായി മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു ഫോർ ദിസ് സെഷൻ.